ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡുമായിട്ടാണ്. നമ്മുടെ 100 ദിവസത്തെ 101 106 എന്താണെന്ന് മറന്നുപോയി. എന്നാണേലും അത്രയും നാളത്തെ നമ്മുടെ പ്രയാണത്തിനൊടുവിൽ ഒരു പരിസമാപ്തിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലൂടെ നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു കോ ഹോസ്റ്റ് കൂടിയുണ്ട്. ഞാൻ പരിചയപ്പെടുത്തുന്നു മിസ് UDC കുമാരി. വെൽക്കം ടു ദ ഷോ. ഹായ് ഹായ് ഹലോ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് ക്ഷണിച്ചത് എന്നതിൻ്റെ ഒരു റീസൺ ഞാനിവിടെ റിവീൽ ചെയ്യാം. എന്താണത്? നമ്മുടെ മലയാളം, നമ്മുടെ ഈ ബിഗ് ബോസ് യാത്ര തുടങ്ങിയത് നമ്മൾ ഒരുമിച്ചാണ് ഈ ചാനലിൽ. യെസ് യെസ് മലയാളം ഓർക്കുന്നുണ്ട്. സീസൺ 6 നമ്മുടെ ഗ്ലാസ്മേറ്റ് ആയിരുന്ന ശ്രീമാൻ അർജുൻ, അദ്ദേഹത്തിന് ശ്യാം വേണ്ടി ഒരു, ഗോപ്. യെസ്. അതെ അതെ, അർജുൻ ശ്യാം ജോപ്പൻ ഗോപ്പൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു എന്താ പറയുന്ന ഒരു ആശംസ വീഡിയോ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് പ്രയാണം തുടങ്ങിയത്. അതിന് പകുതി വഴിക്ക് നീ ഇട്ടിട്ട് പോയത് കൊണ്ട് പിന്നെ അതവിടെ നിന്ന് അല്ല, പോയി. ഞാൻ അവന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണല്ലോ വന്നത്. എന്നിട്ട് ഉം. പക്ഷേ കുമാരി ഒരു ബിഗ് ബോസ് ആരാധിക അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അതെനിക്ക് തുടർന്നിരുന്ന് കാണാൻ. മറ്റേ എന്താണ് മറ്റേ ഇൻ ഗോസ്റ്റ് ഹൗസിലെ അശോകൻ പറയുന്ന പോലെ പേടിക്കാൻ ഒരു ബുദ്ധി വേണം, അതിവനില്ല എന്ന് പറയുന്ന പോലെ ഇത് കാണാൻ ഒരു സെൻസിബിലിറ്റി വേണം, അതെനിക്കില്ല. പക്ഷെ നീ ഉണ്ടായിരുന്നപ്പോ എനിക്ക് സൗകര്യമായിരുന്നു. കാര്യം ഇത് കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നീ നോട്ട്സ് ഒക്കെ നോട്ട്സ് എഴുതിയെടുക്കുന്നതുകൊണ്ട്. എഴുതി. ഇതിപ്പം അതിനുശേഷം ആ പരിപാടി പിന്നെ അങ്ങോട്ട് തുടരേണ്ടി വന്നിട്ടില്ല. പിന്നെ തമിഴ് ബിഗ് ബോസിൽ ഞാൻ കുറച്ചൊക്കെ എഴുതിയെടുക്കുമായിരുന്നു. പക്ഷെ അത് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സാധനത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇപ്പോൾ ഒരു എപ്പിസോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും ഇപ്പം അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് ഇല്ല. പിന്നെ നമ്മുടെ ജെയിംസ് ബോണ്ടുമായിട്ടാണ് ഞാൻ മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയിട്ടുള്ള, നമ്മുടെ എപ്പിസോഡാണ്. അങ്കിളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൊന്നായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോഴും ഒരു മെഗാ ഹിറ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ആ ഹിറ്റ് കോംബോ ഞാൻ മലയാളം സീസൺ 7 ആവർത്തിക്കാൻ ഒരു ശ്രമം നടത്തി. നമ്മളൊന്നിച്ച് നമ്മളൊന്നിച്ചെന്ന ഡിസാസ്റ്ററുകൾ മാത്രമേ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ശ്രമം ഞാൻ നടത്തി. പക്ഷേ അത് നീ എന്തോ 40-ാമത്തെയോ 30-ാമത്തെ എപ്പിസോഡോ അങ്ങനെ എന്തോ 30 ദിവസം എന്തായാലും കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നീ പോയത് സീസൺ ഉം, 6. ഉം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജെയിംസ് ബോണ്ടും 30 ദിവസം ഏതാണ്ട് കഴിഞ്ഞപ്പം തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് അങ്ങനെ എന്തോ ആയപ്പോഴത്തേക്ക് അവൻ പോയി. അപ്പം കഴിഞ്ഞ തവണ നീ പോയിട്ട് പിന്നെ ഗ്രാൻഡ് ഫിനാലയിൽ അവനെ വെച്ച് ചെയ്തല്ലോ. അതുപോലെ ഇത്തവണ അവൻ പോയിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ നിന്നെ വെച്ച് എന്നെ ചെയ്തു. വെച്ച് കൊള്ളാം നന്നായിട്ട്. വാഴക്ക ഒരു വട്ടംഡ എന്നാണല്ലോ നമ്മുടെ ദളപതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ അവൻ ചെയ്ത സമയത്ത്, ജെയിംസ് ബോണ്ട് ചെയ്ത സമയത്ത് ബോണ്ടണ്ണൻ ഫുൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ബോണ്ടണ്ണൻ വെൽ ആ ഇൻഫോംഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവൻ എന്റെ അവസ്ഥ ശരി, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
എന്നുവെച്ചാൽ ആ. നമ്മള് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ അ പിന്നെ കണ്ടില്ലല്ലോ. കണ്ടില്ല. ആ. ഓ! ശരിയാണ്, ശരിയാണ്. അപ്പം ഓക്കെ, ഓക്കെ. ഫുൾ അറിയാവുന്ന അവൻ, ഒന്നും അതിന്റെ പകുതി അറിയാവുന്ന ഞാൻ. ആ ആ. ഒരു ഓക്കെ, ഓക്കെ. അവസ്ഥയിലാണ്. ആ ഇതിലിപ്പോ അവസ്ഥയാണ് ഈ ഇപ്പഴും. അവസ്ഥയിലാണല്ലോ ആ. ഇപ്പം. അതെ, ആ. അതെ. ഞാനൊരു മേ ബി ഒരു 20 എപ്പിസോഡ്സ് കണ്ടിട്ടില്ല. ഞാനൊരു മേ ബി ഒരു 15 എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടാവും. അത്രേ ഉം. ഉള്ളൂ. ഉം. അതാണ്. ലാലേട്ടൻ വരുന്ന മിക്ക എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പറയാം. യെസ്, കണ്ടിന്യൂ. യാ. എന്താണ് അപ്പം പറഞ്ഞു? അങ്ങനെ എല്ലാ വിധത്തിലും നോക്കിയാൽ പല പല പ്രത്യേകതകളാണ്. കണ്ടോ? പിന്നെ പിന്നെ ഒരു പാറ്റേൺ പോലെ ആവർത്തിക്കുന്നു പല കാര്യങ്ങളും. യെസ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിലെ അനലിറ്റിക്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പം അതിൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ 44.4% സ്ത്രീകളാണ് നമ്മുടെ ചാനലിലുള്ളത്. നൈസ്. പുരുഷന്മാരാണ് കൂടുതൽ, ഓ, 55%. ആണോ? ഓക്കെ. അതാണ്. പക്ഷെ 44.4% സ്ത്രീകൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവർ വരാൻ കാരണം ബിഗ് ബോസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മുടെ മറ്റു വീഡിയോകളൊക്കെ എടുക്കും, ഇപ്പം മറ്റേ നമ്മുടെ ലോക്കയുടെ വീഡിയോ ആണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഡേയ്സ് റേ അതിൻ്റെ വരാറായിട്ടില്ല. എന്നാലും അതിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഓഡിയൻസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ മെന്നാണ് അതിൻ്റെ അകത്ത് കൂടുതൽ. അപ്പോൾ കൂടുതൽ. അങ്ങനത്തെ നമ്മുടെ സിനിമ ബന്ധപ്പെട്ട വീഡിയോകൾക്കൊക്കെ കൂടുതലും പ്രേക്ഷകരായിട്ട് ആണുങ്ങളാണ് വരുന്നത്. മെയിൽ ഓഡിയൻസ്. ആ. ഓക്കെ, ഓക്കെ. പക്ഷെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ അവൈലബിൾ ചില എല്ലാത്തിൻ്റെ ഒന്നും ഡേറ്റ അവൈലബിൾ അല്ല, കാരണം എല്ലാത്തിനും അത്രയും വ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ അവൈലബിൾ ആയിട്ടുള്ളതിൽ നോക്കിയാൽ അതിൽ സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീജനങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവരണമല്ലോ. ആ, അതാണ് തീർച്ചയായും, തീർച്ചയായും. അങ്ങനെയാണ് നിന്നെ ഇവിടെ ഉറപ്പായിട്ടും. ആവാഹിച്ച് വരുത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ കേട്ട പ്രേക്ഷകരോട് എനിക്കൊരു ക്ഷമ ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജെയിംസ് ബോണ്ടുമായിട്ടുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളുടെ ഒരു തിരതള്ളിക്കയറ്റം വിസ്ഫോടനമാണ്. ആയതുകൊണ്ട്, വിസ്ഫോടനം ഉള്ളതുകൊണ്ട് പുള്ളി ഒരു കാഷ്വൽ ടോക്കിൽ ചിലപ്പോൾ ചില കെട്ട വാർത്തകൾ, ചില ബാഡ് വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ചാനലിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണല്ലോ. എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മളങ്ങനെ കൺട്രോൾ ചെയ്തല്ലേ നമ്മൾ പറയാറുള്ളൂ. എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ ചില എപ്പിസോഡുകളില് ചുരുളിയുടെ എപ്പിസോഡില് നമ്മൾ ചെറുതായിട്ട് ഡോക്ടർ സിൻസ് വരുന്ന സെൻസ് വരുന്ന എപ്പിസോഡില് എപ്പിസോഡില് നമ്മൾ ഇച്ചിരി കയറഴിച്ചു വിടാറുണ്ട് നമ്മളെ അതാ തന്നെ. ഇവന്മാരുടെ രണ്ടുപേരുടെയും പ്രശ്നം ഇത്. ഇവന്മാര് വരുമ്പോൾ നമ്മൾ അങ്ങ് കാഷ്വൽ ഫോമിലോട്ട് അങ്ങ് പോകും, നമ്മൾ മറന്നു പോകും അതെ, അതെ, പോഡ്കാസ്റ്റ് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ചില ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ എന്താണേലും നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. കുമാരി ഇതില് 15 അത് കുറച്ച് എപ്പിസോഡുകളല്ലേ കണ്ടിട്ടുള്ളൂ. ആ. കണ്ട ഇത് വെച്ചിട്ട് എന്താണ് കുമാരിയുടെ ഒരു വിലയിരുത്തൽ ഈ സീസണെ കുറിച്ച്? എനിക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനിത് ആക്ച്വലി ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഓർത്തു. എന്താണ് എനിക്ക് ഈ സീസണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതേ, ഞാൻ ഭയങ്കര ഒരു ഗെയിം ഓഫ് ത്രോൺസ് ഫാനായിരുന്നു കേട്ടോ. അപ്പം ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഞാനാണെങ്കിൽ അത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര എന്താ പറയുന്ന ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഭയങ്കര ഹോട്ട് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ കാണുന്ന ഒരു സീരീസ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. ഓഫ് ടോപ്പിക്ക് പോവല്ല, ഇതും അതായിട്ട് ബന്ധമുണ്ട്, പറഞ്ഞു വരുവാണ്. ഓക്കെ. അപ്പോൾ എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് ഞങ്ങളുടെ വൺ ഓഫ് ആർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലുള്ള നമ്മുടെ കുമ്പിടിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു എനിക്ക് ഓർമ്മ. ഡോക്ടർ സിൻസ് ആണ് ഇതിന്റെ ഒരു കളക്ഷൻ കൊണ്ട് തന്നത്. ആ. അങ്ങനെയാണ്. ഓക്കെ. ഞാനാണോ കുമ്പിടിക്ക് കൊടുത്തത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആ. പലതും അതെ, അതെ. എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതെ, കൈമാറുന്നത് അതെ. കൊണ്ട്. ആ. അതെ. അതെ. അപ്പോൾ അങ്ങനെ ഞാനത് എനിക്ക് ആദ്യം കണ്ടു തുടങ്ങിയ സമയത്ത് എനിക്കത് എന്താ മൊത്തം കണ്ടു തീർക്കാൻ പറ്റിയില്ല. എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അത് ഭയങ്കര ഡ്രാഗ് ആയിരുന്നു ഫസ്റ്റ് സീസൺ എനിക്ക്. അത് ഞാൻ 2 വർഷമായിട്ട് ഇഴച്ചു. അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയിട്ട് ഞാൻ തേർഡ് ഇയർ വരെ കഷ്ടപ്പെട്ട് ഞാൻ കാണാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ തേർഡ് ഇയറിൽ ചുമ്മാ ഒരു സ്ട്രെച്ചിനിരുന്ന് ഫസ്റ്റ് സീസൺ കണ്ടു തീർത്തു. പിന്നെ എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. പെട്ടെന്ന് ഞാൻ അവസാനം വരെ എത്തി. അവസാനത്തെ സീസൺ വരെ അടുപ്പിച്ചാണ് കണ്ടത്.
എന്നിട്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് സീസൺ കേട്ടോ. അപ്പൊ ലാസ്റ്റ് സീസൺ ഇറങ്ങിയപ്പോ എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് അതെ. ആയിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് ഭ്രാന്തൻ അജ്ഞാതൻ രായമായത്. എനിക്കിപ്പോ സത്യം പറഞ്ഞ ഈ ബിഗ് ബോസിന്റെ കാര്യം എനിക്ക് അങ്ങനെയാണ്. അത് ഞാനപ്പം പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആ ലാസ്റ്റ് സീസൺ കണ്ടിട്ടില്ല. എനിക്ക് ഐ വാസ് എ ബിഗ് ജോൺ സ്നോ ഫാൻ ആൻഡ് ഡെനേറസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അവര് രണ്ടിന്റെ കാര്യത്തിൽ രണ്ടുപേരും തീരുമാനമായിട്ടുണ്ട്. 3G ആയതുകൊണ്ട് അതെ അതെ. അതുകൊണ്ട് ഞാൻ ആ ലാസ്റ്റ് സീസൺ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ വീണോടയാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ലാസ്റ്റ് സീസൺ കണ്ടിട്ടില്ല. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഈ ബിഗ് ബോസിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല. ലാസ്റ്റിന് 1 വീക്ക് കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി അതിന് മുമ്പത്തെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. അവസാനത്തെ ഒരാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അപ്പം നൂറ അതുപോലെ ആദില അവർ ഔട്ടായി പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പേ ആ നൂറ ആദില ഔട്ടാവുന്നതിന് മുന്നേ വരെയുള്ള സ്റ്റേജസ് ആണ് ഞാൻ കണ്ടത്. അപ്പം അതുമല്ല തുടക്കം അവസാനം തൊട്ടല്ല, ഒരു മിഡ് പോർഷൻ മിഡ് തൊട്ടായിരിക്കും പോർഷൻ കണ്ടു തുടങ്ങി. തൊട്ട് നൂറ ആദില ഔട്ട് ആവുന്നതിന് മുന്നേ വരെയുള്ള എപ്പിസോഡ്സ് ആണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് അതിന്റെ കൂടെ ഇപ്പം ഓബിയസ്ലി നമുക്ക് അറിയാലോ ആരാ വിന്നർ ആയെന്ന്. ഇപ്പം വിന്നറായ ആള് തീർച്ചയായും. ബ്രാൻഡൻ അത് പറയാൻ മറന്നുപോയി. കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ. എന്റെ അനുമോൾ. അനുകുട്ടിയാണ് അതെ അതെ. വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതെ, ബ്രാൻഡൻ അനുമോൾക്കൊരു ബ്രാൻഡൻ കിങ് ആയ പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഇപ്പൊ ബ്രണ്ടൻ അജ്ഞാതൻ അങ്ങനെ വേണം എന്നെ വിളിക്കാനായിട്ട്. പിന്നെ എന്തിനാ ഞാനിവിടെ അവരെ വന്നത്? എന്താണേലും അപ്പൊ എനിക്ക് അതാണ് ഈ സീസണെ കുറിച്ച് പറയാനുള്ളത്. എന്റെ ഗെയിം ഓഫ് ത്രോൺസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് സീസൺ 7 മലയാളം ബിഗ് ബോസ് എനിക്ക് തന്നത്. അവസാനം ആ കൊണ്ടിട്ട് ഒരുമാതിരി എനിക്ക് ഞാൻ തോന്നുന്നു. ഞാൻ ആ, കണ്ടോണ്ടിരുന്നപ്പം ഞാനൊരു മിഡ് പോർഷൻ തൊട്ടാ കണ്ടേന്ന് പറഞ്ഞില്ല. മിഡ് പോർഷൻ തൊട്ട് ആ കണ്ട് നിർത്തിയിടം വരെ ഞാൻ എൻ്റെ സ്വപ്നേവി ഞാൻ വിചാരിച്ചില്ല അനുമോള് ജയിക്കുന്നു. ഒബ്വിയസ്ലി ഞാൻ ഇതിൻ്റെ ഈ എന്താ ഈ പോളോ അല്ലെങ്കിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ കൺസേൺഡ് അല്ലായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ ഒത്തിരി ഇൻവോൾവ് ആയിട്ടിരുന്നല്ല കാണുന്നത്. ബട്ട് നമുക്ക് ഒരു കളി പോലും ഞാൻ കണ്ട ഒരു പോർഷനിലും പുള്ളിക്കാരി ഒരു കളി പോലും കളിച്ച് ജയിക്കുന്നത് ഞാൻ കണ്ടു. അതാണ്. കളിച്ച് ചെയ്ത് വെറുതെ അവിടെ ഇരുന്ന് ഒരു കോർണറിൽ ഇരുന്ന് ചുമ്മാ എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഇതിന് മാത്രം കണ്ണീരെവിടെ ഇരിക്കുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. നീ കുറച്ചല്ലേ കണ്ടുള്ളൂ. തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം. അനുമോൾ അയ്യോ എന്ന് പറഞ്ഞാൽ കണ്ണീരിന്റെ ഒരു അക്ഷയപാത്രമാണ്. അല്ല അതിപ്പോ എനിക്കിതിൽ ഞാൻ ഏറ്റവും വലിയ കോമഡി ഈ ലാലേട്ടൻ ഈ ബിഗ് ബോസിന്റെ പ്രൊമോയ്ക്കകത്ത് കരച്ചിൽ കാർഡ്, ജെൻഡർ കാർഡ്, പെങ്ങളൂട്ടി, പിന്നെന്തുവായിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. ഈ സകല അടവുകളും ഉപയോഗിച്ച പുള്ളിക്കാരി ഒരു അതെ ഒരു അതെ വ്യക്തിയാണ് കണ്ടസ്റ്റന്റ്. ശ്രീ അനുമോൾ. യെസ്, പുള്ളിക്കാരി ഒഴുക്കിനെതിരെ നീന്തി, അതുകൊണ്ടാണ് പുള്ളിക്കാരി ജയിച്ചതെന്നാണ് എനിക്ക്. ഇല്ല, ഇതിപ്പോ ആദ്യത്തെ ആഴ്ചയിൽ ഇവരുടെ വോട്ടിംഗ് ഇത് കാണിച്ചായിരുന്നു, ഈ പെർസെൻറ്റേജ് കാണിച്ചായിരുന്നു ഫിനാലയിൽ. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ആഴ്ചയിൽ അനുമോള് ആയിരുന്നു ലീഡിങ് 26.7. പിന്നത്തെ ആഴ്ചയിൽ പക്ഷെ വ്യത്യാസം വന്നു. പിന്നത്തെ ആഴ്ചയിൽ ഷാനവാസ്, നമ്മുടെ ഷൊനവാസ് എന്ന് പ്രേക്ഷകർ അൻപോടെ വിളിച്ച അദ്ദേഹമായിരുന്നു പിന്നത്തേല്. എന്തുകൊണ്ടാ അങ്ങനെ ഷോനവാസ് എന്ന് വിളിക്കുന്നത് അൻപോടെ? ഷോനവാസ് എന്നോ ആ. ഷോയ ഓ പട്ടിഷോ അതുകൊണ്ട് ഓക്കെ. വെറും പട്ടിഷോ ഇറക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷോനവാസ് എന്ന് പുള്ളിക്ക് വിളിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ എപ്പിസോഡ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു. പാല് വീണപ്പം. പാല് വീണപ്പോ എനിക്ക് മനസ്സിലായി പോലും ഇല്ല എന്ത് സംഭവിച്ചെന്ന്. എല്ലാം വളരെ പെട്ടെന്ന്. ഇല്ല, അതെന്തോ ഒരു പുകിലൊക്കെ ആയിരുന്നു. എന്തോ കുറെ പേര് അത് പെട്ടെന്നുള്ള ആങ്സൈറ്റി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മള് ആദ്യമൊക്കെ ഇവന്മാര് പോരാത്തതിന് അന്നേരം ഡ്രാമയാണെന്നൊക്കെ പറയുകയും ചെയ്തു, ഈ നെവിനും അക്ബറും. നിവിനൊക്കെ ആ അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അത് സീരിയസ് ആണെന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ ഡ്രാമ കളിച്ചത് നമ്മുടെ പട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന അനുമോൾ, ആദില, നൂറന്മാരായിരുന്നു പെർഫോമൻസ്. എന്നാണേലും പുള്ളി, ഞാനവിടുത്തെ ആശുപത്രി എന്ന ശരിക്കും ഇതുപോലെ എന്തെങ്കിലും വന്ന ഇതായിരിക്കും. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ മേത്ത് പാല് മാത്രമല്ല വന്ന് വീണത്. അവൻ എന്താ മറ്റേ വെജിറ്റബിളിൻ്റെ എന്തോ ഇത് വെച്ചിട്ട്, അതിൽ എന്തോ എന്തോ കട്ടിയുള്ള എന്തോ വെച്ചിട്ട് എറിഞ്ഞു.
ഓഹ്! അവന്റെ കയ്യിലുണ്ടായിരുന്ന വേറെ ഇതൊക്കെ വെച്ച് എറിഞ്ഞായിരുന്നു. ഇല്ല അതൊന്നും കൊണ്ടില്ല എന്ന് കൂടെയുള്ളവര് പറഞ്ഞായിരുന്നു. അതൊന്നും അല്ല പാലാണ്. അവനിങ്ങനെ അതും പാലിന്റെ പാക്കറ്റല്ല എറിഞ്ഞ് പാലിങ്ങനെ ഞെക്കി ചീറ്റിക്കുകയാ ചെയ്തത്. ആ, അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആ ആ എപ്പിസോഡ് കണ്ടായിരുന്നു. അതാണ്. അപ്പം പക്ഷെ പുള്ളി അത് എന്നെ വേറെന്തോ കനത്തിലുള്ള എന്തോ സാധനം എന്റെ മേത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്ഥാപിക്കാനായിട്ട് ഒരു ചെറിയൊരു ശ്രമം നടത്തിയതാ. ഓഹ്! അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അപ്പം ആങ്സൈറ്റിയും തേങ്ങാക്കൊലയൊന്നും അല്ല. അത് ഇവന്റെ ഉഡായിപ്പായിരുന്നോ ഒരു സംശയം. പിന്നെ ഇനിയിപ്പം നമുക്കറിയില്ല കേട്ടോ. ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. പുള്ളി അതെ. ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിട്ടാണ് അല്ല സെക്കൻഡ് റണ്ണർ അപ്പ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. തേർഡ് പൊസിഷനുണ്ട്. അപ്പം അല്ല എന്താണെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇത് കളിച്ച് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കുറച്ച് വോട്ട് എവിടുന്നെങ്കിലൊക്കെ കുറച്ച് വോട്ടാണ് പോപ്പുലാരിറ്റി പ്രധാനം. ഉണ്ടെങ്കിൽ ആ പക്ഷെ അത് വോട്ടാണ്. അതിന്റെ ഇത് വ്യത്യാസം എന്താന്ന് വെച്ചാലേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നോർമലി നമുക്ക് സിനിമാ താരങ്ങൾ വരുമ്പോഴാണല്ലോ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് ഹൈപ്പ് ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്, സിനിമാ താരമാണ്. അപ്പോൾ അവരോട് കുറച്ചുകൂടി ഒരു ബയസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നേ ഉം. വരെ ഒരു സിനിമാ താരം ഇതിനകത്ത് വന്ന് ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ഒരു എന്താ, അല്ലെങ്കിൽ ഈ സീരിയൽ അഭിനയിക്കുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമഡി ഷോസ് ഹോസ്റ്റുകൾ, അങ്ങനത്തെ ആൾക്കാരല്ലേ കൂടുതലും ജയിക്കാറ്. അത് കൂടുതൽ ഈ ഒന്നാമത് സിനിമാ താരങ്ങൾ അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വരത്തില്ല. കാര്യം അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡാമേജ് ആണല്ലോ. ആരെങ്കിലും ഉണ്ടാവും. പിന്നെ അല്ല നമുക്കിപ്പോ ആ, കഴിഞ്ഞ സീസണിൽ നമുക്ക് ഹൻസിബ ഉണ്ടായിരുന്നു, മറ്റേ മൊട്ടഡ്യൂഡ് ഉണ്ടായിരുന്നല്ലോ, ആ മറ്റേ അങ്ങനെ ബ്രഹ്മയത്തില്. വരുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഗെയിമർ എന്ന് പറയാവുന്ന രീതിയിലൊന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇല്ല. പ്രശ്നം. ഓക്കെ. ഇതിനകത്തിൽ അപ്പാണി ഒക്കെ ആ ഇല്ലായിരുന്നു, പക്ഷെ പുള്ളി പനിയൊക്കെ വെറും അപ്പാവി എന്നാണ് പുള്ളിനെ അപ്പാടെ വിളിക്കുന്നത്. ഞാൻ കണ്ടില്ല, അപ്പാനിയല്ല പുള്ളിയുള്ള എപ്പിസോഡ്സ് ഒന്നും അപ്പാവിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ എനിക്കറിയില്ല ഒക്കെ. അപ്പാനി അക്ബറായിരുന്നു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഉം. അക്ബറിന് തുടക്കത്തിലുണ്ടായ കുറേ നെഗറ്റീവ് വരാൻ കാരണം ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് കൊണ്ടാണ്. ഓ. ഒരു ബുള്ളി ഗ്യാങ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ. കാര്യം അക്ബറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാനി ചോദിക്കാൻ വരും, അപ്പാനിക്ക് എന്തുണ്ടെങ്കിലും അക്ബർ ചോദിക്കാൻ വരും. അത് തെറ്റോ ശരിയോ അങ്ങനെയൊന്നും ഇല്ലാത്തുള്ള രീതിയിൽ കടന്നാക്രമണമൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങേരൊന്ന് ശരിക്കും ഒന്ന് ഓക്കെ. ഒതുങ്ങി ഒന്ന് ട്രാക്കിലോട്ട് വന്ന് ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും അക്ബറിനോടൊക്കെ ഒരു നല്ലൊരു ഇഷ്ടം തോന്നുന്നു. നമുക്ക് ഞാൻ നല്ലൊരു വിചാരിച്ചോണ്ടിരുന്നത് ഒരു അതെ, ആസ് എ പ്രേക്ഷകൻ, വോട്ട് ചെയ്യാത്ത ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വോട്ടിനെ കുറിച്ച് ബോധേഡ് അല്ലാത്ത ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്, ഐ തോട്ട് ദാറ്റ് അക്ബർ വാസ് ഗോയിങ് ടു വിൻ. അല്ലെങ്കിൽ ആര്യൻ ഉണ്ടായിരുന്നെങ്കിൽ ആര്യനോ അക്ബറോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. നെവിൻ വിജയിക്കത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു, കാരണം പുള്ളി ഒരു എന്തോ ഒരു ഈസിഗോ മട്ടായിരുന്നത് കൊണ്ട് എനിക്ക് അറിയാമായിരുന്നു. ബട്ട് അക്ബർ, പക്ഷേ ഐ തോട്ട് ദാറ്റ് അക്ബർ ഹാഡ് എ ഗുഡ് ചാൻസ് ടു വിൻ. പക്ഷെ അത് പക്ഷെ മോശം. വോട്ട് വേണമല്ലോ. വോട്ട് ഉം. പെർസെൻറ്റേജ് കുറവാണ്. ഇപ്പം അതാണ് പ്രശ്നമായത്. അക്ബറിനൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആഴ്ചയിലൊക്കെ 10.5 ആണ് ഉണ്ടായിരുന്ന വോട്ടിൻ പെർസെൻറ്റേജ് കാണിക്കുന്നത്. നെവിന് ഏകദേശം ഒരേ ഇത് തന്നെ. പിന്നെ ഷാനവാസിനാണ് എപ്പോഴും 3-ാം സ്ഥാനം. ഒന്ന് പിന്നെ അന്നിക്കുട്ടി 27.2, പിന്നെ അല്ല, 23.6 ഒക്കെയാണ്. പുള്ളിക്കാരി ശരിക്കും ഇത്ര പോപ്പുലർ ആണോ? ഐ മീൻ അമംഗ് ഈ കേരള ഓഡിയൻസ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര ഫേമസ്? ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ട് കാണുന്നത് തന്നെ ബിഗ് ബോസ് ബിഗ് വരുമ്പോഴാണ്. ബോസിലാണോ? എനിക്കതിനും വേറെ ഓ അല്ല പുള്ളിക്കാരി കുറെ സീരിയലുകളുടെ അകത്തൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാർ മാജിക്കിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം. എനിക്ക് അനുമോളെ ഞാനിങ്ങനെ റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഞാൻ ആദ്യമായിട്ട് അനുമോളെ കാണുന്ന റീൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ സെലിബ്രിറ്റീസിനൊക്കെ പോയിട്ട് പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. തരികിട അറിയില്ല. പോലത്തെ എന്തോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ഇതുണ്ടല്ലോ. ആ, ഇങ്ങനെ അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് സെലിബ്രിറ്റീസിനൊക്കെ പോയിട്ട് വിളിച്ചോണ്ട് പോയിട്ട് ഇവളെ ഏതാണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് വിളിച്ചോണ്ട് വന്ന് പറ്റിക്കുക ഏതാണ്ട് ചെയ്ത് ഇവളെ കരഞ്ഞോണ്ട് പോകുന്നതിൻ്റെ എന്താണ്ട് ഒരു അത് ഇവരുടെ സ്ക്രിപ്റ്റ് ആണോന്ന് അറിയില്ല. ഇവളായത് ഈ ബിഗ് ബോസ് കണ്ടതുകൊണ്ട് അങ്ങനെ എന്താ അതിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പിന്നെ ഇങ്ങനെ റീലുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ടേസ്റ്റിന് പറ്റിയ പോലെ അല്ല പുള്ളിക്കാരുടെ ഈ ക്യൂട്ട്നെസ് ആ, പരിമിഴികളൊക്കെ അത് നമുക്ക് ഉം. കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഇതൊന്നും കാണാറില്ലാത്തതുകൊണ്ട്. പക്ഷെ അറിയാം, അനുമോളെ ഓക്കെ, പറ്റി ഓക്കെ. അറിയാം. ഇപ്പം നമ്മുടെ ഫെമിലിയർ ജെയിംസ് ഫേസ് ആണ് ബോണ്ടിനാണേലും നന്നായിട്ട്. ആ ആ. സ്റ്റാർ മാജിക്കിൻ്റെ അകത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ അങ്ങനെ ആൾക്കാർക്കിടയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഇതാണ്. പിന്നെ ഈ സീരിയൽ സ്റ്റാർ പ്രേക്ഷകരൊക്കെ ഉണ്ട്. മാജിക്കിന്റെ മെയിൻ ഹോസ്റ്റ് പുള്ളിക്കാരിയാണോ?
ഹോസ്റ്റ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഈ കുറേ പേരുണ്ടല്ലോ, ഈ ബിനു അടിമാലി, തങ്കച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ നിന്നിട്ടുള്ള ഒരു ഓക്കെ ഓക്കെ ഏഹ്, ഓക്കെ. ആ അവരുടെയൊക്കെ ഒരു അനിയത്തിക്കുട്ടിയായി നിന്ന് ആ, ക്യൂട്ട്നെസ് പരിമെഴുകുക അങ്ങനത്തെ ആണല്ലേ, ഓക്കെ പരിപാടികളൊക്കെയാണെന്ന് ഓക്കെ. തോന്നുന്നു. ഞാനിതിൻ്റെ പരിപാടികളൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പക്ഷേ ഈ അപ്പം അക്ബറിനെ എനിക്കറിയാമായിരുന്നു കേട്ടോ. എനിക്ക് ആ അതിനകത്തിൽ അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് പുള്ളിയായിരുന്നു. കാരണം ഈ എനിക്കൊന്ന് പുള്ളി ഏതിന്റെ അകത്തിലാന്ന് ഞാൻ ഇപ്പൊ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു സ്റ്റാർ ഓർമ്മ സിംഗറോ അങ്ങനെ ശരിയാണെങ്കിൽ എന്തോ ആണെന്ന് തോന്നുന്നു. സ്റ്റാർ സിംഗറിലാണോ അതോ ഈ എന്തായിരുന്നു സ്റ്റാർട്ട് മ്യൂസിക്കിലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്റ്റാർട്ട് മ്യൂസിക്കിനകത്തില് പുള്ളി എന്താണേലും എന്തോ ഒരു പരിപാടിക്ക് അത് DJ ആയിട്ടോ പാട്ട് പാടാനോ എന്തോ സ്റ്റാർ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു. സിംഗറിന്റെ ഏതാണ്ട് ഫൈനലിസ്റ്റോ അങ്ങനെ എന്തോ എന്തോ ഓ ആണ്, ആണോ? വിന്നറോ ആ ഓക്കെ. ഏതാണ്ട് എന്തോ ആണ്, ഏതോ ഓ ഏതോ ഒരു ആ ഓക്കെ സീസണിൽ ഓക്കെ. അങ്ങനെ എന്തോ ആണ്. അറിയില്ല. സ്റ്റാർ സിംഗർ ഞാൻ കാണാറുണ്ട്. പക്ഷെ പുള്ളിയുള്ള ഒരു സ്റ്റാർ സിംഗർ ഞാൻ കണ്ടിട്ടുണ്ടാവാനുള്ള വഴി കുറവാണ്. ഞാൻ സ്റ്റാർട്ട് മ്യൂസിക്കിലാണ് കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ പുള്ളി അകത്ത് വന്നിട്ടാ കാണുന്നത്. പുള്ളി എനിക്ക് അറിയാമായിരുന്നു. പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഷൊനവാസ്, ആ ഷാനിക്ക, ഷാനവാസിനെ. അയ്യോ, ഷാനവാസ് രുദ്രൻ. നിനക്ക് അറിയത്തില്ല. നീ പറഞ്ഞ ഞാൻ ഈ കണ്ടസ്റ്റൻസ് ഫസ്റ്റ് ഇതിന്റെ ലിസ്റ്റ് വന്ന സമയത്ത് ഞാൻ നിന്നോട് പറയുന്നത് നീ ഓർക്കുന്നുണ്ടോ? ആ നമ്മൾ ഉണ്ടുണ്ട്. ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്തെ നിങ്ങളുടെ പുള്ളി ഹോസ്റ്റലിലൊക്കെ കുറെ ആ ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കാം. ആ അയ്യോ എന്തുവായിരുന്നു പറ്റ പ്രൊഫസർ ജയന്തിയുടെ സീരിയൽ ഉണ്ടല്ലോ എന്തുവാ എന്റെ പേര് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ. ആ കുങ്കുമപ്പൂവിൻ്റെ അകത്തില് ഈ പുള്ളി വന്നു കഴിയുമ്പം എന്തോ ഭയങ്കര ഫാൻസ് ആയിരുന്നു. പുള്ളി എന്തോ വില്ലനായിട്ടെങ്ങാണ്ടും ആദ്യം വരുന്നത്. അപ്പം ആ. വില്ലനായിട്ട് വന്ന് പുള്ളി ഹീറോ ആയപ്പോഴത്തേന് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഒന്നാമത്തെ ആ സീരിയൽ ഭയങ്കര ഫേമസ് ആയിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ എന്തോ ആയിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു വില്ലൻ ഹീറോ ആവുന്ന ടൈപ്പ് ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ഒരു സാധനം വന്നപ്പോഴത്തേന് ആൾക്കാർക്ക് ആ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, യങ്ങർ ഓഡിയൻസിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാക്കിയ കാര്യം അതാണ്. കാരണം ഒരു സാധാരണ നമുക്കറിയാമല്ലോ ഒരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ എബവ് ഒരു 45 ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ കൂടുതലും നമ്മുടെ സീരിയൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ മാസ് എമൗണ്ടിലാണ് പറയുന്നത്. ഞാൻ അതിനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുമല്ല. പക്ഷെ ഒരു മാസ് ഓഡിയൻസ് അങ്ങനെയാണല്ലോ കൂടുതലും. ആ ഒരു ഏജ് ലിമിറ്റിലുള്ളവരാണല്ലോ. പക്ഷേ ഈ പുള്ളിയുടെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള പിള്ളേരുടെ ഇടയ്ക്കായിരുന്നു പുള്ളി ഭയങ്കര ഫേമസ് ആയിരുന്നു അല്ലെങ്കിൽ പോപ്പുലർ ആയിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പുള്ളിയെ കാണുന്നത് എനിക്ക്. പക്ഷെ ഈ കുങ്കുമപ്പൂ കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പുള്ളിയെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരവസ്ഥ. അപ്പോഴത്തേനും പുള്ളിയുടെ മുഖം ചേഞ്ചായി. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു മേ ബി ലേറ്റ് 20s അല്ലെങ്കിൽ ഒരു മിഡ് 20s കുങ്കുമപ്പൂ അഭിനയിച്ചിട്ടുണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഏർലി 30s ലേറ്റ് 30s അങ്ങോട്ടാകുമ്പോഴാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ആ സീരീസിൻ്റെ പേരെന്താ, രാമസീതയോ എന്താണ്ട്, സീതാരാമോ അങ്ങനെ എന്താണ്ട്. സീതാരാമം. ഈ അങ്ങനെന്തോ ഒരു സ്വാസികമുള്ള സാധനമല്ലേ? സ്വാസ്തികമുള്ള സാധനം. അതിന്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ. എന്തോ സീതയും രാമനും തന്നെയാണ് അതിന്റെ ഒരു. സീതാരാമം അങ്ങനെന്തോ അങ്ങനെന്തോ അങ്ങനെന്താണ്. ആണ്. അതോ സീത സീത. എന്നാണ്. സീത സീത എന്നാ പേര്. സീത സീത കാരണം ഈ സീതയുടെ കഥയാണ്. അതിനകത്തിലും പുള്ളി ഇതേ ടൈപ്പ് സാധനമാണ് വില്ലനായിട്ട് വന്നിട്ട്. ശരിക്കും അതിനകത്തിലൊരു ഹീറോ ഉണ്ട്. അതിനകത്തിലെ ഒരു രാമൻ പോലത്തെ ഒരു രാമൻ കഥാപാത്രം ഉണ്ട് അതിനകത്തില്. അവര് വെച്ചിട്ടാണ് ആ കപ്പിള് തുടങ്ങിയതും അവര് വെച്ചിട്ടാണ് ആ സീരിയൽ തുടങ്ങുന്നത്. പിന്നീട് കഥ വരുമ്പം ഇങ്ങനെ വില്ലനായിട്ട് വരുവേം ഈ വില്ലനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവേം പിന്നെ വില്ലന്റെ ക്യാരക്ടർ മാറ്റി അങ്ങനെ അങ്ങ് പുള്ളി ഫേമസ് അതിലൊക്കെ ആവുമായിരുന്നു. നല്ലതാണ്. പക്ഷെ ആ ബിഗ് ബോസില് അത് രുദ്രനായിട്ട് വന്നാൽ അത് പിന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു ഹീറോ ആയിരുന്നു പുള്ളി കേട്ടോ. ശരി, എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു പുള്ളിയുടെ. ശരിയാണ്. അതിന്റെയൊക്കെ ഒരു ബലത്തിലാണ് ഇപ്പം ഈ തേർഡ് പൊസിഷനില് വന്ന് ഷനുക്ക എത്തി നിൽക്കുന്നത്. നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വോട്ടിന്റെ ബേസിസിലാണ് ജയിക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ എന്താ ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ച അർജുൻ ശ്യാം ഗോപൻ, അവന് പ്രത്യേകിച്ച് ബാക്കപ്പ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ അവനൊരു മോഡലാണ് ഓബിയസ്ലി ആൻഡ് ഹീസ് വെരി ഗുഡ് ലുക്കിംഗ്. അങ്ങനെ ആ ഒരു രണ്ട് ആ ഫാക്ടേഴ്സ് ഒരു അല്ലാതെ. ഘടകമാണ് അവനെ റണ്ണറപ്പ് ആക്കിയത്. അതായത് അവൻ അകത്ത് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന പോലെയൊക്കെ തന്നെ അകത്ത് നല്ല ബിഹേവിയർ ആയിരുന്നതുകൊണ്ട് ഉം. തമ്മിൽ എന്താ പറയുന്ന ആൾക്കാർക്ക് പിന്നെ അവന് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷെ ആ സെയിം വൈബായിരുന്നു എനിക്ക് മറ്റേ നമ്മുടെ ഇതിനകത്ത് സാബുമാൻ ഇല്ലേ, സബ് മാൻ. സാബുമാൻ ഫീൽ ചെയ്തത്.
ഒരു പക്ഷെ സാബുമാനെ അവനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം നമ്മൾ കണ്ടതിനകത്ത് അവൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടതിനകത്ത് അവൻ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നുമില്ല. ഇടയ്ക്ക് അവനെ കാണാനില്ലായിരുന്നില്ലേ? അതാ ഞാൻ പറയും, ഞാൻ നിർത്തുന്നിടത്ത്. അതായത് ഇതിന്റെ പ്രീവിയസ് സീസണിൽ അർജുന്റെ പോർഷൻസ് ഞാൻ കണ്ടത്രയും പോർഷൻസിൽ പുള്ളി ഒന്നും ചെയ്യുന്നില്ല. സൈലന്റ്ലി അവിടെ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, അത് അത് ശരിയാ. വഴക്കിനും പോകുന്നില്ല, നമ്മളെ പിടിക്കും കണ്ടത്ര പോകുന്നില്ല, ഉണ്ടായിരുന്നു. ഒന്നിനും പോകുന്നില്ല. പുള്ളി ഭയങ്കര സൈലന്റ് ലിസണർ. എവിടൊക്കെയോ ഇങ്ങനെ അതുകൊണ്ട് ഉണ്ട്. ആ. പിന്നെ ഈ എന്താ പറയുന്നത് കുറച്ച് ആരാധികമാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ. അതിൻ്റെയൊക്കെ കൂടെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. കാര്യം ജാസ്മിൻ ആൾക്കാർക്ക് ഓൾറെഡി ഒരു ഭയങ്കര ഹേറ്റ്രഡ് ഉണ്ടായിരുന്നു. ഉം. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരിക്കെതിരെ വലിയ സൈബർ അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി അല്ലായിരുന്നു, പുള്ളിക്കാരി വരേണ്ടതായിരുന്നു, വരത്തില്ലായിരുന്നു. പക്ഷേ ജിൻഡോ പിന്നെ പി ആറിൻ്റെ ഇതുകൊണ്ട് പിന്നെ കുറേ പേര് ഇങ്ങനെ അന്തം ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ എൻ്റെ ഒരു ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഇഷ്ടം ജിൻഡോനെയാണെന്ന് പറഞ്ഞു. ആ. പക്ഷെ എന്ത് കണ്ടിട്ട് എന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ഇന്നസെൻ്റ് ആണത്. ആ, ഞാൻ ഓർത്ത് നമ്മള് അല്ല അല്ല, ബിഗ് ബോസ് ആക്ച്വലി കണ്ട ജിൻഡോ തന്നെ അല്ലേ, വേറെ വല്ല ജിൻഡോനെ കുറിച്ചാണോ ഈ നമ്മൾ പറയുന്നത്? തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ജിൻഡോ മല്ലയ്യ എന്നൊക്കെ പാവമാണെന്ന്. പറഞ്ഞിട്ട് അപ്പൊ ആദ്യത്തെ രണ്ടാഴ്ച എന്തോ ആഴ്ചയോ നമ്മൾ ആ ഒരു അഭിപ്രായത്തിൽ നിന്നുള്ളു. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് തന്നെ കഴിഞ്ഞപ്പോ പുള്ളിയുടെ തനി സ്വഭാവം പുറത്തു വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഏഹ്, അപ്പം ഇതിലിപ്പോ ജിൻഡോയുടെ പി ആർ ആണ് അനുക്കുട്ടിക്കും പി ആർ എന്നാണ് പറയുന്നത്. അപ്പം ഈ സീസൺ പി ആർ വിന്നു അല്ല, പി ആർ എന്ന് പറയാൻ പാടില്ല, അദ്ദേഹം ഒ ആർ എം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതങ്ങനെ പറയണം എന്നാണ് ഓ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഓ ഒന്നും ഓർമ്മ മറക്കില്ല പറഞ്ഞപ്പോ രാമ എനിക്ക് അല്ല, മറ്റേ ഒ എം ആർ അല്ല, ഒ ഓ ആർ എം. എം ആർ ഓർമ്മ വന്നു. ആ ഓ, ഞാനതാ അപ്പം ഓർത്തത്, നിനക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ അത് ഈ നമ്മുടെ പുള്ളി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിലും ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതാണ്. ഈ ഹേ. അനുക്കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കേട്ടോ. ഓ. അനുക്കുട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ടായി. അത് പറയാം. അപ്പോൾ അനുക്കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇതിൻ്റെ അകത്ത് കൊടുത്തതിൻ്റെ അകത്ത് പറഞ്ഞ അല്ലെങ്കിലും ഒരു പെൺകുട്ടി ഇതായി വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ്, ഒറ്റപ്പെടുത്ത സൈബർ അറ്റാക്കൊക്കെ. ഇത് ദിൽഷയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പുള്ളി ഈ പറയുന്നത്. ഉം ഉം. പക്ഷേ ഞാൻ ദിൽഷയുടെ സീസൺ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ജെയിംസ് ബോണ്ട് പറഞ്ഞൊക്കെ വെച്ചിട്ട് ഈ നോക്കുവാണെങ്കിൽ ദിൽഷയുടെ സീസണിലല്ലേ മറ്റേ അലർന്ന ഡോക്ടർ ഉള്ളത്? റോബിൻ റോബിൻ ആ ആ, റോബിൻ റോബിൻ. രാധാകൃഷ്ണൻ. ആ. റോബിന്റെ ഫാൻസ് എല്ലാം കൂടെ വോട്ട് ചെയ്തുകൊണ്ടാണ് ദിൽഷ വിജയിച്ചതെന്നാണ് ഉം ആക്ഷേപം ഉം പറയുന്നത്. അല്ലാണ്ട് ഉം. പുള്ളിക്കാരിയുടെ ഇതുകൊണ്ടല്ല, റോബിന്റെ ഇതുകൊണ്ടാണ് ജയിച്ചതെന്നുള്ള രീതിയിലാണ്. ഇപ്പം അനുമോൾ പി ആർ കൊണ്ട് ജയിച്ചു എന്ന് പറയുന്ന പോലെ അന്ന് റോബിന്റെ ഇതുകൊണ്ടാണ് ജയിച്ചതെന്ന്. പക്ഷെ ദിൽഷ ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കുകയും നല്ല രീതിയിൽ ഉം. പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് നമ്മുടെ ജെയിംസ് ബോണ്ട് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെ പക്ഷെ ഉണ്ടല്ലോ, ടാസ്കിനേക്കാളും ഇതിനകത്തില് സെയിം ഈ ഈ നൂറ അത്യാവശ്യം നല്ലതായിട്ട് കളിക്കത്തില്ല. ആദിലയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷെ ഇല്ല. നൂറ നൂറയുണ്ടല്ലോ, ആ, നൂറയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറ TTF നീ കണ്ട ആ സമയത്താണ് നൂറ ടാസ്കുകളിലൊക്കെ ഓ ടിക്കറ്റ് ഫിനാലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നൂറ ടാസ്കിൽ നല്ല കാരണം പുള്ളിക്കാരി ചത്ത് ഭയങ്കര കിടന്ന് ആക്റ്റീവ് പണിയെടുത്തത്. ആയിരുന്നു. ആ കാരണം എല്ലാ കളികളിലും ജയിക്കുകയും ചെയ്യും. പുള്ളിക്കാരിക്ക് നല്ല സ്കോറും ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഇത് ഇതില്. തുടക്കം തൊട്ടേ കാണിക്കണമായിരുന്നു. ആ, തുടക്കത്തിലൊക്കെ ഒന്നും കാണാനേ ഇല്ലായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ആദിലെയാണ് കൂടുതലും ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്താ പറയുന്നത് ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ മാനിപ്പുലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നൂറ് അവിടെ ഇങ്ങനെ ഉണ്ട്. അത് ഇവരുടെ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തോന്നുന്നു. അതായത് ഒരാൾ കുറച്ച് ഇടയ്ക്കൊന്ന് ബാഡ് ഗേൾ ആവുമ്പം മറ്റേ ആൾ ഗുഡ് ഗേൾ ആയിട്ട് ഇപ്പുറത്തെ സൈഡിലുണ്ടാവും നല്ല. ഓക്കെ. പക്ഷെ ഇവര് നെവിൻ ഇടയ്ക്കൊന്ന് ഈ വീടിന്റെ ഇവര് തമ്മിൽ ഒരു ആർഗ്യുമെന്റ് വന്ന സമയത്ത് അനുമോൾ ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ നെവിൻ ഇരുന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നിനക്ക് ധൈര്യം ഉണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ഇവര് കയറി അവനെ പ്രൊവോക്ക് ചെയ്ത് അവൻ ഇറങ്ങിപ്പോയി. ബിഗ് ബോസ് കഥ ഓർത്തപ്പോ ഇറങ്ങി ഓടി, പുറത്തേക്ക് ഓടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു കയറി വന്നു. ബിഗ് ബോസ് തന്നെ പിന്നെ തിരിച്ചു കയറ്റി വിട്ടു. അപ്പം ആ സമയത്തൊക്കെയാണ് ഇവര് പൂമ്പാറ്റകൾ എന്നാണ് രഞ്ജിത്ത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന തുടക്കത്തെ മുൻഷി രഞ്ജിത്ത്, മറ്റേ അവസാനം സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന പുള്ളിയുണ്ടല്ലോ. ഫിനാലെ ഇതിന്റെ അകത്തൊരു പുള്ളി ഇവര് ഞാൻ ഗസ്റ്റുകളെല്ലാം തിരിച്ചു കണ്ടില്ലടാ. വന്നു. കണ്ടില്ലല്ലേ? ആ ഫിനാലെ ആഴ്ച ഞാൻ കണ്ടില്ല. കണ്ടില്ല. ഇല്ല. നൂറ അതിലെ പോയി, നൂറ ആ അതിൽ ഔട്ടായി പോകുന്നതിന് അല്ല, മുന്നേ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഇവരുണ്ടായിരുന്നപ്പോഴാ പുള്ളി കണ്ടില്ല. വന്നത്. അതിലെ പോകുന്ന സമയത്ത് അത് നീ കണ്ടില്ലല്ലോ. ശരി, ആ ആഴ്ചയാ. ഓക്കെ ഓക്കെ.
അപ്പം മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഉണ്ട്. പുള്ളിയെ ഞങ്ങൾക്ക് അറിയാം, സിനിമയിലൊക്കെ ഉണ്ട്, മറ്റേ മുൻഷി പരിപാടിയിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പുള്ളിക്ക് ആ മുൻഷി രഞ്ജിത്ത് എന്നുള്ള നാമം കിട്ടിയത്. പേര് വരുന്ന. ഓക്കെ. ആ, അപ്പം പുള്ളിയാണ് ഇവർക്ക് പൂമ്പാറ്റകൾ എന്നുള്ള ഒരു നാമം ഓ, ചാർത്തി എനിക്ക് കൊടുത്തത്. മനസ്സിലായി. ഓക്കെ, ഓക്കെ, ഓക്കെ. എനിക്ക് പുള്ളിയെ മനസ്സിലായി. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. തിരിച്ച് റീഎൻട്രി വന്നത് അതിൽ കോമഡിയായിരുന്നു എന്താണേലും. അപ്പം ആ സമയത്തൊക്കെ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. നൂറ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഇല്ല. അതായത് ഈ നെവിനുമായിട്ടുള്ള വഴക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് പൂമ്പാറ്റകൾ ഫയർ ആയി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പൂമ്പാറ്റകളെ കാണാനില്ല. പിന്നെ ആദിലെയാണ് കൂടുതലും ഇങ്ങനത്തെ ഗെയിം എന്നുള്ള രീതിയിലൊക്കെ നിന്നിട്ടുള്ളത്. നൂറ ഈ ടിക്കറ്റ് ഫിനാലെ വന്ന സമയത്താണ് പുള്ളിക്കാരി ടാസ്കിലൊക്കെ കൂടുതലായിട്ടും ഇറങ്ങി അങ്ങ് ഒരു ആക്റ്റീവായിട്ട് പങ്കെടുത്തത്. ഉം. അപ്പം ഇവര് ബിഗ് ബോസ് സത്യം പറഞ്ഞ് ഇവര് 2 കണ്ടസ്റ്റന്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ ഇവര് അത്യാവശ്യം അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആവത്തില്ലായിരുന്നു. അവര് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ, 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 ആ. ആദില് ആദ്യത്തെ ഈ ഫിനാലെ വീക്കിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വല്ലതും അല്ല അതിനും ഒരാഴ്ച മുമ്പേ വല്ല എവിക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെയും വോട്ട് കയറി വന്നേനെ ഇവരിൽ ആരെങ്കിലും ഒരാൾ പോയിരുന്നെങ്കിൽ. ഉം, ഇതിപ്പോ ഉം. രണ്ടുപേരും പോയി പിന്നെ അതൊരു കാര്യമുണ്ട്. ആദിലെ പോയി കഴിഞ്ഞിട്ട് ഇനി ഗെയിം തീരാനായിട്ട് 2 ദിവസം ഏതാണ്ട് ബാക്കിയുള്ളൂ. അപ്പൊ തന്നെ നൂറ ഇല്ലാണ്ടായി. ആദിലെ പോയല്ലോ. അപ്പൊ ആദിലെ പോയപ്പോ തന്നെ പുള്ളിക്കാരി അങ്ങ് ഓ, വല്ലാണ്ടങ്ങ് ഓ, ഓ, ഓ. ഇതായിപ്പോയി. ഓക്കെ, 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 ഓക്കെ. അതൊന്നും വോട്ടിനെ ബാധിക്കത്തില്ല. പക്ഷെ അപ്പൊ നേരത്തെ പോയിരുന്നെങ്കിൽ പുള്ളിക്കാരി തുടർന്ന് നിൽക്കുമായിരുന്നോ എന്നുള്ളതൊരു സംശയമാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. കാര്യം ഇവർക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ലേ. ഇപ്പം ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അവർ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യണമല്ലോ. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആ, ബേബിമാരുള്ളത് കൊണ്ട് ശരിയാണ്. അവർ രണ്ടുപേര് എനിക്ക് പക്ഷേ ഈ ബിഗ് ബോസ് സീസണില് കാര്യം എന്തൊക്കെ കുൽസിതം ഇങ്ങനത്തെ കുറേ അവിഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ സീസണിലെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് ഞാൻ കാണുന്നത് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഞാനത് പറയാൻ ആളുകൾക്കിടയിൽ. വരുവായിരുന്നു. എനിക്കത് കണ്ടോണ്ടിരുന്നപ്പഴേ ഞാൻ ആലോചിക്കായിരുന്നു. നോർമലി കപ്പിൾസ് വരുമ്പോ ഇച്ചിരി നമുക്ക് കപ്പിൾസ് കഴിഞ്ഞ വട്ടാണെങ്കി ഈ ജാസ്മിനും എന്താണ് കൂടായത് ഗബ്രി ഗബ്രി. ഇവര് ജബ്രി രണ്ടുപേരും കൂടി കോംബോ. ഇരുന്ന് നമുക്ക് ജബ്രി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നല്ലോ അത് കണ്ടോണ്ടിരിക്കാൻ. പിന്നെ അവര് കപ്പിളാണോ അല്ലയോ എന്നുള്ളത് അവര് പറഞ്ഞില്ലല്ലോ. അവര് ഫ്രണ്ട്സ് അത് ആണെന്നുള്ള രീതിയിലല്ലേ. കപ്പിൾ ഫ്രണ്ട്സ് അല്ലാഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അരോചകമായിട്ട് തോന്നും. പക്ഷെ ഇവരെ ആ ഒരു നമുക്ക് ഇവര് ആ ഒരു അരോചകമായി ഇതില്ല. തോന്നുന്ന ഇല്ല ഇല്ല. അത് ഇല്ലായിരുന്നു. ഭയങ്കര ഭയങ്കര മെച്ചോർഡ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു. അതെ, അതെ. അത് ഭയങ്കര നല്ലായിരുന്നു. അവരുടെ ആ ഒരു ഡൈനാമിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് അവര് കണ്ടോണ്ടിരുന്നപ്പോഴാ ആക്ച്വൽ ആലോചിച്ചൊരു കപ്പിൾസ് ആയതുകൊണ്ട്. ആ മറ്റേത് ബിഗ് അപ്പം ബോസിന്റെ അകത്ത് വന്നിട്ട് ഈ കപ്പിൾ ആകുമ്പോഴത്തേക്കാണ് നമുക്കത് പിടിക്കത്തില്ല. കാര്യം നമ്മുടെ നീ മൈൻഡിൽ അത് ഉണ്ടാവും മറ്റേ ഈ ഒരു. പേർളിമാനീസ് റീനീഷ് ഉള്ള ഇത് അത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ സീസൺ ഇല്ലല്ലേ. ഓക്കെ, കണ്ടിട്ടില്ല. ഓക്കെ. അല്ല, ആ. ആ സീസൺ കണ്ടിരുന്നു. അതിപ്പോ അവര് റിയൽ കപ്പിൾ ആണല്ലോ. ഒത്തിരി വർഷങ്ങളായിട്ട് ഇപ്പൊ ആ കപ്പിൾ റിയൽ ആണല്ലോ ഇപ്പൊ. കപ്പിളായി. പക്ഷേ എന്നോട് ജെയിംസ് ബോണ്ട് പറഞ്ഞിട്ടുള്ള അവരെ ഒരുമിച്ച് അകത്ത് പ്രണയിച്ച് നടന്നിരുന്ന സമയത്തും ആൾക്കാർക്ക് കുറേ പേർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആണോ? ഓക്കെ. കാര്യം പ്രണയ പ്രണയാർദ്ദുരമായ കപ്പിൾസ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. മറ്റുള്ളവർക്ക് അത് പുറമേ നിന്ന് കാണുമ്പോൾ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുമല്ലോ. അവർക്കത് ലവ് ലാംഗ്വേജ് ആയിരിക്കും. നമുക്കത് പറ്റത്തില്ലല്ലോ. അപ്പം പക്ഷെ ഇവരുടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. ഭയങ്കര അത് അത് പക്ഷെ മാത്രം. ഓൾമോസ്റ്റ് ഒരു വേർജ് ഓഫ് ഒരു സാധനത്തിലേക്ക് പോയായിരുന്നല്ലോ അനിമോളും അനീഷും. ആ, അത് എന്തോന്ന് അനുമോള് ആദ്യം എന്താ പറയുന്നേ, പുള്ളിക്കാരി ചുമ്മാ ഇങ്ങനെ ഹാർട്ട് കാണിക്കുക, അച്ചായ എന്നൊക്കെ വിളിക്കുക, ചുമ്മാ മനപ്പോ വെറുതെ ടീസ് ചെയ്യാൻ വേണ്ടിട്ട്. അതായത് പുള്ളിക്കാരി അത് കാണിച്ചപ്പോ തമാശയായിരുന്നു. ഉം. ഞാൻ തമാശക്ക് എന്നാ പിന്നെ ഈ പുള്ളി വന്നിട്ട് വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ എന്റെ വെളിയിൽ പുറത്തുള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിനി ആ പെണ്ണ് എനിക്കിനി ചെറുക്കനെ പെണ്ണ് കിട്ടത്തില്ല. ആലോചന ഇതിന് ഇതിനവക്ക് പെണ്ണാലോചന വരില്ലെന്ന്. ആര്യനും ജിസയിലും പുതപ്പിന്റെ അടിയിൽ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവൾ ആരോപണം ഉന്നയിച്ചപ്പോ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും. എനിക്ക് ഈ എക്സിറ്റ് ഇന്റർവ്യൂവിന്റെ അകത്ത് ചോദിച്ചപ്പോഴത്തേക്ക് കടന്ന് ഉരുളുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ അയ്യോ അതൊന്നും ഞാൻ കാണാൻ പോയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇനി അനുമോൾ ആരാധകരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു പോൾ ഇട്ടായിരുന്നു ഈ സീസണിൽ എങ്ങനെ അനുമോൾ ജയിച്ചതിന് എന്താണ് നിങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഉം. അതിലെ ആൾക്കാർ അനിമോൾ ആകപ്പാടെ ഒരു 16 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. എന്താണേലും അതിൽ അനിമോൾ ഡിസേർവ്ഡ് ഇറ്റ് എന്ന് പറയുന്നത് 13% ആളുകളാണ്. ഓക്കെ. അനീഷാണ് കിട്ടിയെന്നുള്ളത് 38% ആൾക്കാർ പറയുന്നുണ്ട്. വേഴ്സ്റ്റ് സീസൺ എവർ വി ആർ അൺഹാപ്പി എന്നുള്ളത്
അതുപോലെ തന്നെ ഈക്വലായി 38% ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അനുമോൾ ജയിച്ചതിൽ ചില കട്ട അനുമോൾ ആരാധകരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഈ ആ, നമ്മുടെ ഇതിൻ്റെ അകത്ത് പക്ഷെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ആ, എന്താ ഇതിൻ്റെ ഫിനാലെ വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് നമുക്കിപ്പോൾ ഈ യൂട്യൂബിന് ഒരു പുതിയ സംഗതി ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ ആദ്യം ഓർത്ത ഏതോ പോളിൻ്റെ കീഴെ വന്ന കമൻ്റ് ആണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ആരാണ്ട് പോസ്റ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ ആരാണ്ട് വന്നിട്ട് ഇത് ഫിനാലയുടെ റിസൾട്ട് അറിയുന്നു. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ഫിനാലെ. അതിൻ്റെ റിസൾട്ട് അറിയുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഒരാൾ വന്നിട്ട് അനുമോൾ വൺ ഇൻ സ്റ്റൈൽ എന്നും പറഞ്ഞുകൊണ്ട് ഓ, പോസ്റ്റ് ആ ചെയ്തിട്ടുണ്ട്. കമന്റ് അതിന് മുന്നേ വന്നതാണ്. ആ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ റിസൾട്ട് വരുന്നതിന് മുന്നേ വന്നു. ചിലപ്പോ അവൻ നേരത്തെ 2 മണിക്കൂർ ഇറങ്ങിയാണ്. റിസൾട്ട് വരുന്നതിന് 2 മണിക്കൂർ മുമ്പേ വന്നിട്ട് ഞാൻ 2 മണിക്കൂർ നേരത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അത് നമുക്ക് അധികം ഈ പി ആറിൻ്റെ ഒക്കെ അങ്ങനത്തെ അല്ലെങ്കിലും അനുമോൾ ജയിക്കുക എന്നുള്ളത് തുടക്കം തൊട്ടേ ആൾക്കാർ അനുമോൾക്കൊരു കപ്പ് പദ്ധതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പി ആറിൻ്റെ ഇങ്ങനത്തെ കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു കമൻറ്റിൻ്റെ ഏതാണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഏതാണ്ട് നമുക്ക് വന്നതല്ല, വേറെ ഏതാണ്ട് ഇതിൽ വന്ന ഒരു സാധനത്തിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയാണ്. ഫൈനൽ വീക്ക് ഒരു പക്ഷേ അനുമോളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂരമായ ഒന്നായിരുന്നു. അതെ അതെ അതെ. കാര്യം പുറത്തുപോയ ആൾക്കാരൊക്കെ വന്നിട്ടേ പുറത്തുപോയ ആൾക്കാർ വന്നിട്ട് അവരെന്തൊക്കെയാണോ പുറത്ത് അനുഭവിച്ചത് ഇവളുടെ ഇതിൻ്റെ കാരണം സൈബർ അറ്റാക്കും മറ്റേതും മറിച്ചതൊക്കെ കേൾക്കണമെന്ന്. പ്രത്യേകിച്ച് ശൈത്യ പുള്ളിക്കാരി കട്ടപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവളുടെ കൂടെ നിന്ന് ഫ്രണ്ടായിട്ട് നിന്നിട്ട് പിന്നെ ഇവക്കെതിരെ തിരിഞ്ഞു എന്ന് പറയും. അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഇത് കൂടെ നിന്നിട്ട് ഒറ്റി അതിന് മാത്രമൊന്നും അങ്ങനെ ഉണ്ടായൊന്നും ഇല്ല. പുള്ളിക്കാരി എന്തുവാ ഈ അപ്പാനി ശരത്ത് മറ്റേ ഇവക്കൊരു പാവ ഉണ്ടായിരുന്നല്ലോ, പ്ലാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അറിയില്ല. അതെന്തോ കൂടോത്ര ആണെന്ന് പറഞ്ഞിട്ട് അപ്പാനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഓക്കെ. അപ്പൊ അവളുടെ ഈ പ്ലാച്ചീനെ ഇവര് ആദ്യം പോയി പ്ലാച്ചീനെ പിടിച്ചു പറിക്കാൻ നോക്കുകയും അതിനെ ബുള്ളി ചെയ്യാനൊക്കെ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. കാര്യം ഇവള് 24 മണിക്കൂർ ഇതിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോഴേ ഇവർക്ക് അങ്ങ് ട്രിഗറായി. അനുമോള് ഈ അവസാനമൊക്കെ ആയപ്പോ അനുമോൾക്ക് പ്ലാച്ചിയും വേണ്ട ഒന്നും വേണ്ട. മറ്റേത് ആരെങ്കിലും പ്ലാച്ചീനെ എടുത്ത ഉടനെ ഞാൻ അയ്യോ എന്റെ കാണ പ്ലാച്ചി. ഞാൻ കാണുമ്പോ തൊട്ട് പ്ലാച്ചി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ആ കണ്ടിട്ടില്ല. അതിന് മുന്നേ ഇതായിരുന്നു ഈ പാവേനം കെട്ടിപ്പിടിച്ചു. പാവ ബിഗ് ബോസ് വന്ന തന്നെ ഈ സെക്കൻഡ് സീസണിൽ ഡോക്ടർ രജിത് കുമാറിന്റെ കയ്യിലാണ് ഈ പാവ വരുന്നത്. ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ ഒറ്റപ്പെടുത്തിയപ്പം പുള്ളി പാവയോട് സംസാരിക്കുന്ന രീതി ആ ഒരു പാവകളിയാണ് ഇപ്പോൾ ഇവിടെ കളിച്ചത്. എന്നിട്ട് ഇതിളുടെ ഈ ഏവിക്കകത്തൊക്കെ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാച്ചീനെ കെട്ടിപ്പിടിച്ചോണ്ടാണ് ഞാൻ ഉറങ്ങുന്നത് തന്നെ. പ്ലാച്ചിമട എന്തോ അത് വെച്ചിട്ടെന്തോ ആണ് അതിന്റെ ഇതിന്റെ എന്തോ പുറകിൽ എന്റെ ടാഗ് ഉണ്ട്. പെപ്സി എന്തോ ഒരു സാധനത്തിൻ്റെ എന്തോ ടാഗുണ്ട്. അതിൻ്റെ അത് പ്ലാച്ചിമടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെ പ്ലാച്ചി അങ്ങനെയാണ് ആ പേരിട്ടതെന്നാണ് അനിമോൾ അതിൻ്റെ നാമധേയം എന്നുള്ള രീതി വളരെ പറയുന്നത്. മികച്ച ബാക്ക് ആ സ്റ്റോറി. AV വന്ന സമയത്ത് ഞാൻ പ്ലാച്ചി ഇല്ലാതെ ഉറങ്ങില്ല, പ്ലാച്ചിനെയും കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഈ മലയാളം സീസൺ 7ൻ്റെ ഒരു പകുതി മുക്കാലും ഭാഗം ഇവള് പ്ലാച്ചിനെയും പിടിച്ചോണ്ടിരുന്നു. അങ്ങനെ ഒരു അവിടെ ആ വീട്ടിൽ എക്സിസ്റ്റൻസ് വേറെ ആരും ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഒരു ആ മിഡ് സീസൺ കണ്ടു തുടങ്ങിയവർക്ക് പ്ലാച്ചിയുടെ അതെന്താന്ന് വെച്ച് എക്സിസ്റ്റൻസ് കഴിഞ്ഞാൽ അറിയില്ല. അത് ഏത് ലെവലിൽ പോയെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് തന്നെ പ്രോമോയ്ക്കകത്ത് പ്ലാച്ചി മറ്റേ അനബെല്ലെ പാവ പോലെ അനുബെല്ലയുടെ പാവ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഇവർക്ക് ഈ ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് ഇതിന് മുന്നത്തെ ബിഗ് ബോസിൽ പങ്കെടുത്ത ഷിയാസ് കരീമും പിന്നെ ശോഭയും കഴിഞ്ഞ മാരാറിൻ്റെ സീസണിൻ്റെ അകത്ത് ഇതിന് മുന്നത്തെ സീസണിൽ അതാണെന്ന് തോന്നുന്നു. അഖിൽ മാരാറിൻ്റെ സീസണിലുണ്ടായിരുന്ന അതിന് ശോഭയൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ തുടങ്ങിയതിന് അതിന് മുമ്പത്തെയാന്ന് തോന്നുന്നത്. മുമ്പത്തെയാന്ന് തോന്നുന്നു. അപ്പം അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവര് വന്നതിൽ ഷിയാസ് അനുമോളെ അറിയാം പണ്ട് തൊട്ടേ. അപ്പോൾ പുള്ളി കയറി വന്ന സമയത്ത് തന്നെ പ്ലാച്ചി എന്തെന്ന് ചോദിച്ചു. ഉള്ള പ്ലാച്ചി വാങ്ങിച്ചു പുറത്തേക്ക് ഒരു ഏറ് വെച്ച് കൊടുത്ത് വെരി വീടിന്റെ ഗുഡ്. വെളിയിലേക്ക് എറിഞ്ഞു. അപ്പൊ പ്ലാച്ചി എവിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്കെൻഡിൽ ലാലിച്ചൻ വന്നപ്പോൾ പ്ലാച്ചി റീ എൻട്രി കൊടുത്തു. പ്ലാച്ചി 2.0 തിരിച്ചു വന്നു. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരി പ്ലാച്ചീനെ പിന്നെ വെച്ചിട്ടുള്ള കളി വെച്ചിട്ടില്ല. കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി പ്ലാച്ചി കളി അങ്ങനെ ഏക്കുന്നില്ല, പുറത്ത് നെഗറ്റീവാണ് പ്ലാച്ചീനെ വെച്ചുകൊണ്ട് കെട്ടും. കാര്യം ഓക്കെ. ആൾക്കാരും വെറുക്കുവേ, വീട്ടുകാരും വെറുത്ത് നാട്ടുകാരും വെറുത്ത്. ഇവളെ 24 മണിക്കൂർ ഇവളുടെ പ്ലാച്ചിയും വെച്ചോണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് പ്ലാച്ചിയുടെ പിന്നിലുള്ള ഗത.
അപ്പം ഇത് കമന്റ് ഇങ്ങനെയാണ്: പുറത്തുപോയ മത്സരാർത്ഥികൾ അതിഥികളായി തിരിച്ചെത്തിയപ്പോൾ ഫൈനലിസ്റ്റായ അനുമോൾക്ക് നേരിടേണ്ടി വന്നത് അഭിനന്ദനങ്ങളായിരുന്നില്ല, മറിച്ച് കടുത്ത മാനസിക ആക്രമണങ്ങളായിരുന്നു. അവസാന ദിവസങ്ങളിൽ ഒരു മത്സരാർത്ഥി നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒറ്റപ്പെടുത്തലും സംഘടിത ആക്രമണവുമായിരുന്നു ഇത്. ശ്ശോ. ഇത്രയധികം അതിജീവിച്ച് തളരാത്ത പോരാളിയായി അവിടെ നിന്ന് അനുമോൾ തന്നെയാണ് യഥാർത്ഥ പോരാളി. ഓ. കൂട്ടമായി ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അനുമോളെ ചേർത്ത് നിർത്തും. ഇത് ഒരു സാധാരണ പ്രേക്ഷകന്റെ കമന്റ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ സാധനം വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതില് PR-ന്റെ ഇത് ഇങ്ങനത്തെ കുറേ പേജുകളുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് സെൻറ്റി മെഴുകി വെക്കുന്ന കുറേ ഐറ്റം ഉണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവക്ക് PR ഉണ്ടെന്ന് ആദ്യമേ തന്നെ ആൾക്കാർ സംശയിച്ചുകൊണ്ടിരുന്നു. പിന്നെ സീക്രട്ട് ഏജന്റ് ആണ് ഇവളുടെ PR ആരാണെന്നും പറഞ്ഞുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഞാൻ ഇവളുടെ PR. റീസെന്റ് വേറൊരു ഇഷ്യൂ, ഈ PR ഇഷ്യൂ, രണ്ടുപേര് തമ്മിലുള്ളൊരു ഒരു വഴക്ക് അത് ഞാൻ കണ്ടില്ല വഴക്ക്. പക്ഷെ ഞാൻ അതിന്റെ ഇതൊരു ന്യൂസ് ഇറങ്ങിയായിരുന്നു. അതായത് നമ്മുടെ ഒരു പ്രീവിയസ് കണ്ടസ്റ്റന്റും എന്താണ് ഇപ്പോഴത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ അങ്ങോട്ടും തൊപ്പിയും ഇങ്ങോട്ടും തെറി വിളിച്ച് അകൽമാരാറും ആയിരിക്കും അല്ലേ? നല്ല തെറിവിളിയായിരുന്നു എന്ന് കേട്ടായിരുന്നു. അത് തൊപ്പി അവസാനത്തെ ആഴ്ചയിൽ വന്നിട്ട് ആ അനീഷിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇത് വന്നായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് സ്ട്രീമിൽ ഉണ്ടായ പക്ഷെ സംഭവമാണ്. ഈ അടി നടന്നത് എന്തോ അഖിൽമാരാർ എന്തോ ഇവരെ എന്തോ PR-ന് ഹെൽപ്പ് ചെയ്തു അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അടി അനീഷിന്റെ നടന്നത്. PR ആണെന്ന് ഇവൻ തൊപ്പിയെന്നും പറഞ്ഞുണ്ട്. പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ ഓക്കെ കാര്യം തൊപ്പി കഴിഞ്ഞ് ഇതിന്റെ അകത്ത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇത് ഈ സീസണിൽ വന്നിട്ട് അനീഷിനാണെങ്കിൽ PR എന്താണെന്നേ അറിയത്തില്ലായിരുന്നു എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അറിയാം, പക്ഷെ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ല. അയ്യോടാ. ഇതിൻ്റെ അകത്ത് PR ഇല്ല എന്ന് പറയപ്പെടുന്നത് നെവിന് മാത്രമാണ്. അങ്ങനെ ഒരു PR ഇല്ല എന്ന ആൾക്കാർ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ ശൈത്യയുടെ PR തന്നെയാണ് അനുമോളുടെ PR. പക്ഷേ ശൈത്യയുടെ ഒരു മാസം അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1,00,000 രൂപ വാങ്ങിച്ചു എന്നാണ് ശൈത്യ ഈ തിരിച്ച് റീഎൻട്രി വന്നപ്പോൾ പറഞ്ഞത്. അതായത് അവൻ എൻ്റെ കയ്യിൽ നിന്ന് അത് എത്ര രൂപ എന്നൊന്നും പറഞ്ഞില്ല. അതോ പറഞ്ഞായിരുന്നു? ഇല്ല, എത്ര രൂപ എന്ന് പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ നിന്ന് അവൻ എന്തുമാത്രം കാശ് വാങ്ങിച്ചു, എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്തിരുന്ന് പറഞ്ഞു. കാര്യം അനുമോളുടെ ഈ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്ക്, അതായത് മസ്താനി പുതിയ 5 വൈൽഡ് കാർഡുകൾ വന്നല്ലോ. അപ്പം മസ്താനിയൊക്കെ വന്ന സമയത്ത് മസ്താനിയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ശൈത്യനെ സൂക്ഷിച്ചോ, അവൾ കട്ടപ്പയാണ്, കൂടെ നിന്ന് ചതിക്കും എന്നുള്ള രീതിയിൽ. ഈ കൂടെ നിന്ന് ചതിക്കും എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അപ്പാനി ശരത്ത് ഈ പാവയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൾക്ക് കൂടോത്രം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് അവക്ക് എന്നുള്ളതിന്റെ എന്തോ ഒരു ഇത് പറഞ്ഞു പുള്ളിക്കാരി. ഇപ്പം ഇത് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൈത്യ അനുമോളുടെ ബാല്യകാല സഖിയൊന്നും അല്ല. ഇതിന്റെ അകത്ത് വന്നിട്ട് അവര് ഫ്രണ്ട് ആയതാണ്. മനസ്സിലായോ? അതിന്റെ അകത്ത് വന്നിട്ട് അവര് എപ്പോഴും ഒരുമിച്ചാണ്, ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ഇതിനകത്ത് വന്നിട്ടുള്ള ബന്ധമാണ് അവര്. നീ കട്ടപ്പ എന്ന് പറയുമ്പോൾ ആളാരാന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിന്റെ ബിഗ് ബോസിന്റെ ഉണ്ടാക്കാൻ വേണ്ടി തംബ്നെയിൽസ് ഞാൻ എന്നോട് കട്ടപ്പയാക്കാൻ പറഞ്ഞു. ബിഗ് ബോസിന്റെ തംബ്നെയിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞാനപ്പോ എന്റെ ഈ ഒടലയില് തല വെക്കുമ്പോ അങ്ങനെ എനിക്ക് മനസ്സിലായി ശൈത്യനെ ആരാ. കട്ടപ്പയാക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഏതോ ഒരു ഇതിന്റെ അകത്ത്. തീർച്ചയായും. എനിക്ക് ഇതിന്റെ തമ്മിലുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുമാരിയാണ് കേട്ടോ അതിന്റെ തമ്മിലുകളുടെ പുറകിൽ. തലച്ചോർ എൻ്റെ ആണെങ്കിലും പക്ഷെ അതിന്റെ ഫുൾ ക്രിയേറ്റിവിറ്റി കുമാരിയുടെയാണ്. തീർച്ചയായും. അന്നേരം ഞാനും പ്രതീക്ഷയില്ല പുള്ളിക്കാരി ഇങ്ങനെ കട്ടപ്പയായിട്ട് മുദ്ര കുത്തപ്പെടുമെന്നുള്ള ഞാനും അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സംഭവം പിന്നെ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഈ അനുമോൾ അകത്തുള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം നടത്തിയായിരുന്നു. ഓ. അപ്പം അതിനെ ചോദ്യം ചെയ്ത സമയത്ത് ഈ ശൈത്യയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ അനുമോളുടെ കൂടെയാണല്ലോ ഉള്ളത്. അനുമോളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവള് കൂടെ ഇരുന്ന് അപരാധം പറയുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവള് പെടില്ല, അവര് പെടും. അതാണ് ഇവളുടെ വിജയം. കാര്യം ഇത് മൈക്കൊക്കെ ഊരി മാറ്റിയിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി. പക്ഷെ അത് ഏറ്റുപിടിച്ചിട്ട് പിന്നീട് ആൾക്കാർ പോയിട്ട് ചോദിക്കുകയോ അവരടിയുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പം ഈ കുറ്റം മുഴുവൻ ആരുടെയും പോകും, ഈ ചോദ്യം ചെയ്യുന്നവരുടെ തലയിലോട്ട് പോകും. പിന്നെ ഇത് തിരിച്ചു കൊടുത്തിട്ടുള്ള ഈ ആദില നൂറന്മാരാണ് കേട്ടോ. അവരാണ് ഇവളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ
ഇവളെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുള്ള. ഉം, അതായത് ഉം, ഉം. അവർ നല്ല രീതിയിൽ ശരിക്കും നല്ല രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശൈത്യക്ക് അങ്ങനെ പറയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഉം. അതെല്ലാം സൈബർ അറ്റാക്ക്, പിന്നെ ആൾക്കാർ ജോലി സ്ഥലത്തൊക്കെ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ടപ്പയാ മറ്റേ ഓ, മറിച്ചാന്നൊക്കെ പറഞ്ഞ് ആ ലെവലിലോട്ടൊക്കെ പോയെന്നാണ് പുള്ളിക്കാരി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത്ര ഈ ഇയാളുടെ ഈ കമന്റ് കണ്ടില്ലേ, കടുത്ത മാനസിക ഉം, ഉം, ആക്രമണമായിരുന്നു ഉം. നേരിടാൻ. ശരിയാണ്. എങ്ങനെ നേരിടാണ്ടിരിക്കും? ഇവൾ ഈ അകത്ത് ഇവരെ പറ്റിയിട്ട് പറഞ്ഞതും ഇവളുടെ പി ആറുകളൊക്കെ ഇതിപ്പം ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, അവരുടെ പി ആർ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ ഉം, എന്ന് ഉം, പറഞ്ഞ് ചോദിക്കുന്നത്. ഉം. അതിൽ പല യൂട്യൂബർമാരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെയൊക്കെ കമന്റ് സെക്ഷനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പി ആറിന്റെ വക തെറിവിളി മനസ്സിലായി. അത് ചുമ്മാ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് പിന്നെ കമന്റുകളൊന്നും അങ്ങനെ വരാറില്ല. ആ, അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ തീർച്ചയായും. നമ്മുടെ മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ എണ്ണത്തിൻ്റെ അകത്തും, പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ട് ഉണ്ടായിരുന്നതിൻ്റെ അകത്തൊക്കെ അനുമോളെ തെറിവിളിയായിരുന്നു. നമ്മൾ വെറുത്തു, ആ പരുവത്തിലായിരുന്നു. എനിക്കത് മനസ്സിലാകാത്ത ആൾക്കാർ എങ്ങനെ ഇപ്പം സപ്പോർട്ട് ചെയ്ത് ഇത്രയും, അതായത് ഒരാൾക്ക് നേരെ സൈബർ അറ്റാക്രമണം എന്തെല്ലാം രീതിയിൽ അവർക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരെ അകത്തിരുന്ന് പറയും. മീൻസ് ഇപ്പം ആര്യനും ജിസയിലും തമ്മിൽ പുതപ്പിനടി എന്തോ ചെയ്യുന്നത് കണ്ടു. ഉം, ഉം. എന്താ കണ്ടത്? അത് പുതപ്പിനടിയിലാണ്. ആ പുതപ്പിനടിയിൽ ഉമ്മ വെക്കുന്ന അവള് കണ്ടു. ഇവക്കെന്താ അതെങ്ങനെ എക്സ്റേ കണ്ട്? വിഷൻ വല്ലതും ഉണ്ടോ? ചോദിക്കാണ്ട്. അത് ഇവള് മാത്രമേ ഞാനേ കണ്ടുള്ളൂ. ക്യാമറ കണ്ടില്ലെന്ന്. ഏ, കാര്യം ക്യാമറ അത്. അവിടെ ഫോക്കസ് ഓ, ചെയ്യുന്നില്ലായിരുന്നെന്ന്. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ, ഈ ആ. ഈ ഇതിന് സംഭവത്തിന് ആസ്പദമായ സാധനം നടക്കുന്ന സമയത്ത് രാത്രിയാണ്. ആഹാ. ഇരുട്ടാണ് അതിൻ്റെ അകത്ത്. ഉം. അപ്പൊ അവിടെ ഇവള് നൈറ്റ് വിഷനും എക്സ്റേ വിഷനും ഉപയോഗിച്ചിട്ട് ഇവള് പുതപ്പിനടിയിലുള്ളത് കണ്ടു. ശരി, കണ്ടു പുതപ്പിനടിയിൽ കാണിക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വയൽക്കാടുകൾ വന്നപ്പോഴത്തേക്ക് എന്താണ് കാണിച്ചതെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു പുതപ്പൊക്കെ വെച്ചിട്ട്. ഇവളും മസ്താനിയും കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്താണെന്നുള്ളത്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ, ഈ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട നാറിയ ഒരു ഒരു ഏർപ്പാട് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ഇതിന് ശേഷം ഇനി കാണുമെന്ന് എനിക്കറിയില്ല. അത്രയും മോശമായിട്ടുള്ളൊരു സാധനമായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ വീക്കെൻഡ് വന്നു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഞങ്ങൾ ക്രൂ എല്ലാം കൂടെ ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുത്ത് നോക്കി, എന്നിട്ട് ഞങ്ങൾക്കൊന്നും അതിൻ്റെ അകത്ത് കാണാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഈ 10-75 ക്യാമറ അതിൻ്റെ അകത്തുള്ളതിൽ അവർ വിഷ്വൽസ് എല്ലാം ഒരു 100 തവണ എടുത്ത് നോക്കിയെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും കണ്ടില്ല. അപ്പോൾ അവർ കാണാത്തത് എങ്ങനെ ഇവള് കണ്ടത്? ഇപ്പം ചോദിച്ചാൽ ഇനിയിപ്പോൾ പുള്ളിക്കാരി ഇതുവരെ അതിനൊരു സോറിയും പറഞ്ഞിട്ടില്ല, അത് മാറ്റിയും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ല, കണ്ടു എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതായത് ഇതിന്റെ അകത്ത് വന്നിരുന്ന് കിസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ സെക്ഷൽ ആക്ടിവിറ്റീസ് പാടില്ല, അങ്ങനെയൊക്കെ റൂളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ ബിഗ് ബോസിന്? സെക്ഷൽ ആക്ടിവിറ്റീസ് ഒബ്വിയസ്ലി നാഷണൽ ടെലിവിഷനിൽ വരുന്ന പരിപാടിയാണല്ലോ. അല്ല, ഞാൻ പക്ഷെ ചോദിക്കുന്നത് അല്ല, അതിന് അങ്ങനെ ഇതൊന്നും ഇല്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതായത് അതൊന്നുമില്ല. ചെയ്യത്തില്ല ആരും, ബട്ട് അത് റെസ്ട്രിക്ഷൻ ഉണ്ടോന്നാ ചോദിച്ചത്. റെസ്ട്രിക്ഷനും തേങ്ങയൊന്നുമില്ല. ഇപ്പം ഇല്ല. ഹിന്ദി ബിഗ് ബോസിലൊക്കെ അവർ ഫ്രഞ്ച് കിസ്സും ഇന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ കണ്ടത്, ഇച്ചിരി അതിലും കൂടിയ അതുക്കും ഐറ്റമായിരുന്നു മേലെ. കണ്ടത്. അതുക്കും മേലെ ഒരു ഐറ്റമാണ് കണ്ടത്. അപ്പം അവിടെ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ആരും അങ്ങനെ അധികം ചുംബനങ്ങളൊന്നും അധികം അങ്ങനെ നൽകാറില്ല. അപ്പം അത് അല്ല, ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആയി പുള്ളിക്കാരി അത് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യം, അതായത് റൂൾസിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പുള്ളിക്കാരി പറയുന്നതിൽ ന്യായമുണ്ട്. അതായത് ഇത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗേൻസ്റ്റ് ആണ്, അപ്പം നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. അല്ലാതെ ഇത് അയ്യോ, അതൊന്നും ഇല്ല. ഇവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് കണ്ടില്ല, ഇവള് കണ്ടു എന്ന് പറഞ്ഞു. ആ, കണ്ടാൽ തന്നെ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യം ഇവർ ചോദിച്ചില്ല. കാര്യം അവർ ഓക്കെ. രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുള്ള അഡൾട്ട്സ് ആണ്. അവർ ഉമ്മ വെക്കുന്നതിന് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമവിരുദ്ധമായിട്ടൊന്നും ഇല്ല. ഒന്നുമില്ല. പക്ഷെ ഏഷ്യാനെറ്റ് അത് ചോദിച്ചില്ല, ലാലേട്ടൻ അത് വീക്കെൻഡ് ചോദിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർ ബിഗ് ബോസ് അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന പോലെ ആവുമല്ലോ. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. അവർ ആ പോർഷൻ നൈസായിട്ട് അങ്ങോട്ട് ആ ചോദ്യം ചോദിച്ചാൽ അന്നേ ഈ പുള്ളിക്കാരിക്കെതിരെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പിന്നീട് തുടർന്ന് വന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കായിരുന്നു. കാര്യം പിന്നീട് അക്ബറിനൊക്കെ എതിരെ പറഞ്ഞത് ഒരു ടാസ്കിൻ്റെ ഇടയിൽ കൺവെയർ ബെൽറ്റിലൂടെ, അതായത് ഒരു സാധനത്തിലൂടെ ഇങ്ങനെ പാവ പാവ വന്ന് വരുന്ന സാധനം. ആ അത് ഞാൻ കണ്ടിട്ടുണ്ട്.
ആ അതിൻ്റെ അകത്ത് പറഞ്ഞെന്തുവാ ആ ഇവൻ ബസ്സേല് ബസ്സിന്റെ നിക്കുന്ന അത് പക്ഷെ ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ള എനിക്കത് കേട്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു ഇവരെന്ത് ഒരു നാക്കിന് ഒരു കൺട്രോളും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഒരു ആലോചിക്കും. കൺട്രോളും ഇല്ല. അത് പുള്ളിക്കാരി ഇങ്ങനെ ഈ ഇമ്മാതിരി വർത്താനൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളേ. ഇതിപ്പം നെവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എന്താ നീ ഒരാണാണോ, അങ്ങനെ അവൻ്റെ ജെൻഡറിനെ, അവൻ്റെ ഐഡൻറ്റിറ്റീനെ, സെക്ഷൽ ഐഡൻറ്റിറ്റീനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു. ഇതൊക്കെ എന്താ അക്ബറിനെതിരെ ലാലേട്ടൻ വരുമ്പോ ചോദിക്കാത്തത്? അത് ചോദിക്കില്ല. അത് ചോദിക്കില്ല. അതാണ്. അത് ഈ മറ്റേ ഇവളുടെ ഏഹ്, ആദില നൂറമാർക്കെതിരെ ലക്ഷ്മി പറഞ്ഞത് അത് ചോദിച്ചു. ആ ആ ഒന്നീലിനെതിരെ ഒരു ഇത് വന്നപ്പോൾ അത് ചോദിച്ചു. പക്ഷെ നെവിൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ ഈ സാധനം ചോദിച്ചില്ല. പിന്നെ ഷാനവാസ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി നെവിൻ തെറ്റായ രീതിയിൽ എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓ ഓ ഓ എന്നിട്ട് പറഞ്ഞത് എന്താ നിന്നെപ്പോലുള്ള കുറേ എണ്ണത്തിന് ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള എന്ത് വേണം അതൊന്നും ഞാൻ ഇതാ. കണ്ടിട്ടില്ല. ഇതിപ്പം ഇത് ഞാൻ പറഞ്ഞ ഒന്നൊന്നും ഇല്ല. ഇമാതിരി കുറേ വർത്താനമായിരുന്നു ഈ ഒരു സീസൺ മുഴുവൻ. പക്ഷെ അത് അവര് ഞാൻ പറയുന്നത് ലാലേട്ടൻ ഒരു പൂക്കിയാണ്, അത് വേറെ കാര്യം. അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ലാലേട്ടൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ഞാൻ മറന്നു പോകും. ലാലേട്ടൻ ഈ സീസണിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് കഴിഞ്ഞ ശരിയാ. സീസണിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് കാണാനിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ. ആൻഡ് ദെൻ ഉം. എന്നെ സംബന്ധിച്ച് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഐ ഗ്രൂ അപ്പ് വിത്ത് ഹിം. എന്നെ സംബന്ധിച്ച് മലയാളം സിനിമ എന്ന് പറയുന്നത് ലാലേട്ടനാണ്. എന്താണ് നമ്മളെ പ്രവാസി മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ലാലേട്ടൻ്റെ പടം കണ്ട് വളർന്നു വന്ന ഒരു വികാരമാണ് ലാലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ എന്താ എനിക്കിത് ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസൺ കണ്ടപ്പോൾ എനിക്കൊരുമാതിരി വിഗ്രഹം താഴെ വീണമടയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്കിച്ചിരി കഴിഞ്ഞ സീസണിൽ ഇച്ചിരി ആ, ശോകമായിരുന്നു. എനിക്ക് ഭയങ്കര അങ്ങ് എന്ത് പറയുന്ന ഒരു ഭയങ്കര ഓക്വേർഡ്നെസ് ആയിരുന്നു എനിക്ക് ആ ഒന്നാമത് ബിഗ് ബോസിനോട് ഞാൻ ഈസിനായിട്ടില്ലായിരുന്നു. പക്ഷെ ആൻഡ് ദെൻ ഞാൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞ ലാലേട്ടൻ അതിന് മുന്നത്തെ വെച്ചിട്ട് ബെറ്റർ ആയിരുന്നു എന്നാന്ന് തോന്നുന്നു അപ്പൊ അല്ലേ? ചിലപ്പോ അങ്ങനെയാ ബെറ്ററായി പറഞ്ഞത്. ബെറ്ററായി വരുമായിരിക്കും. വന്നതാ അന്നേരം. അത് ഞാൻ ഇതിന് മുന്നത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അന്നേരം അത് ബെറ്റർ ആയിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പം കഴിഞ്ഞ അല്ല സീസൺ ശോകമായിരുന്നു കഴിഞ്ഞ ലാലേട്ടൻ. കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞ സീസൺ എനിക്കത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ലാത്തതിൻ്റെ മെയിൻ റീസൺ ലാലേട്ടനായിരുന്നു. കാരണം എൻ്റെ വികാരമാണ് എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഭയങ്കര ലാലേട്ടൻ ഫാൻസാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഒരുമാതിരി ഒന്നാമത് വീട്ടിൽ അത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഊക്ക് ഉം. നാട്ടുകാർ തെറിവിളി അതിൻ്റെ അതെ. കൂടെ പാവമാണെങ്കിൽ ഇവിടെ എല്ലാം നിന്ന് ഇതെല്ലാം കേൾക്കുകയും വേണം. അപ്പം ഇപ്പം കമൽഹാസൻ്റെ കൂട്ടൊരു അഗ്രസീവ് ഹ്യൂമൺ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ദേഷ്യപ്പെട്ടാൽ മതി. പക്ഷെ പുള്ളി ഒരു അഗ്രസീവ് ഹ്യൂമൺ അല്ല. പുള്ളി ഒരു ഭയങ്കര പൂക്കി ആയതുകൊണ്ട് പുള്ളിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഒരുമാതിരി ഐ എം ട്രാപ്ഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഈ അപ്പം സീസണിലെ ഏതോ ഒരു വീക്കെൻഡിന്റെ ഇതിന്റെ അകത്ത് ലാലേട്ടൻ, അതായത് പുള്ളി ഒരാഴ്ചത്തേക്ക് ഫാമിലിയുടെ കൂടെ ഓണത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു, എന്തോ ആണെന്ന് തോന്നുന്നു, അതെ, വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി പോയത്. ഉം. അതിന്റെ ഇടയിലാണ് ഈ ഇങ്ങനത്തെ ഏതാണ്ട് ഇതുപോലത്തെ പുതപ്പ് വിഷയം പോലത്തെ എന്തോ എന്തോ ഒരു കൂറ ചീഞ്ഞ വിഷയം എന്താണ്ട് അന്നേരം നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി എന്നിട്ട് വന്ന് വീഡിയോ കോളിലൊക്കെ വന്നിരുന്നു ഓരോ വീക്കെൻഡിലും ഇങ്ങനെ വരുമ്പോഴത്തേക്ക്, അതും ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്തും ഇതുപോലെ തന്നെ ഉം ഉം. അതിന്റെ അടുത്ത വീക്കെൻഡിൽ വന്നിട്ട് ഇതുപോലെ ഇവരുടെ ഏതാണ്ട് തീട്ട വിഷയം ഏതാണ്ട് സംസാരിക്കേണ്ടത്. ലാലേട്ടന്റെ ഒക്കെ ഒരു അവസ്ഥ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എന്നിട്ട് ഇതിനും പോരാണ്ട് അനുമോളുടെ ആരാധികയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരിയുടെ എനിക്ക് നമ്മുടെ ജെയിംസ് ബോണ്ട് അയച്ച ഒരു ഒരു ഇതിന്റെ അകത്ത് ഈ ലാലേട്ടനെ കുറെ തെറി എന്താണെന്നറിയോ, വീക്കെൻഡിൽ അനുമോളെ ഇട്ട് പൊരിക്കുന്നതിന്റെ പേരില്. അത് കൊള്ളാമല്ലോ. പാവം അനുമോളെ എന്തിനു ഉപദ്രവിക്കുന്നു, ഇവന് അങ്ങനെയാണെന്ന് പറഞ്ഞില്ല ആ പൂരത്തെറി ലാലേട്ടന്. അപ്പോൾ പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അങ്ങോട്ട് പുള്ളിയുടെ ഇതെല്ലാം അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും, അത് വേറെ കാര്യം. അതൊരു വെറുതെ ഒരു കാര്യമില്ല പുള്ളിനെ വിളിക്കുക. പുള്ളി ആ പറയേണ്ട പോലെയൊക്കെ അത് ശരിക്കും ഇവക്കിട്ട് നല്ല രീതിയിൽ അത് പറഞ്ഞ് ആദ്യമേ തന്നെ ഇവിടെ ഈ ഇത് എടുത്തോണ്ട് വന്ന സമയത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ കുറെ ഉം. ആശ്വാസം ഉണ്ടായി. കാര്യം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്നറിയോ. ഇപ്പം ബസ് സ്റ്റാൻഡിന് അക്ബറിനെതിരെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഉം. ബസ്സിന് ആൾക്കാർ പുറകെ നിൽക്കുന്ന പോലത്തെ പരിപാടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. നോട്ടം ശരിയല്ല, ഇവൻ പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, അൺഹൈജീനിക്കാണ്, കുത്തിത്തിരിപ്പാണ്, അതാണ് ഇതാണ്, ഇവൻ്റെ ഭാര്യ ഇവനെ ഇട്ടിട്ട് പോകണം,
ഭാര്യ ഇട്ടിട്ട് പോവും. പിന്നെ നിന്റെ തൊണ്ട ശബ്ദം, പുള്ളി പാട്ടുകാരനാണല്ലോ, ഉം. നിന്റെ തൊണ്ട പോവും, പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതി. ഇവൾ പ്രാക്ക ഉം. ശാപവാക്കുകളാ പുള്ളിക്കാരിയുടെ വക. അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് നിന്റെ നെവിന്റെ അമ്മമ്മയോട് പോയി പറയാന്ന്. പറയാൻ എന്നിട്ട് അതിന് ന്യായീകരണം എന്താ, അത് അമ്മൂമ്മയോട് പോയി പറയണം എന്നാണ് ഞാൻ അയ്യോ! പറഞ്ഞത് എന്നുള്ളത്. എനിക്ക് ആ ന്യായീകരണം കേട്ടിട്ട് ഞാനിങ്ങനെ എന്തുവാ എനിക്ക് അതായത് ഇവൾ അറിഞ്ഞൂടാ. തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തന്തയോട് പോയി പറയണം എന്ന് പറയേണ്ട അതുപോലെയാണ് ഇത്. ഇല്ല ഇതൊക്കെ പുള്ളിക്കാരി കേട്ടിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കാണ് ആ എപ്പിസോഡില് ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു റീസണിങ് കേട്ടിട്ട് പുള്ളി ഒന്നും എന്തോ ഇതിനൊക്കെ അത് പറയാൻ പറയുന്നില്ലേ? കാര്യം എന്നറിയോ, ആ. ലാലേട്ടനാണ് ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഈ അച്ഛനൊക്കെ ഷാനവാസ് എപ്പോഴും എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് എപ്പോഴും പറയും, പുള്ളിയുടെ സ്ഥിരം ഉം. ഡയലോഗാ. ഉം. അപ്പൊ ഇനി വീട്ടുകാരെ പറയുന്നതിന് പകരം അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ഒക്കെ വിളിക്കണം എന്ന് അത് ലാലേട്ടനാ കഴിഞ്ഞിട്ട് പറഞ്ഞേ. ആ, അത് കഴിഞ്ഞിട്ട് ഇവള് അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞു. അല്ല എന്നിട്ട് ആ എപ്പിസോഡ് വന്നിട്ട് ലാലേട്ടൻ പറയും ഇനി അമ്മൂമ്മയ്ക്ക് വിളിച്ചില്ല എന്നാ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെയും കൂടെ ആൾക്കാരെ വിളിക്കാൻ അതാ ലാലേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. കഴിഞ്ഞ സീസണിൽ ഇതുപോലെയാ, റോക്കിയുടെ അടുത്ത് ഇനിയിപ്പം ഇടിക്കാൻ പോകണ്ട, ഇടിക്കണം എന്നൊക്കെ അറിഞ്ഞതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ അത് അവൻ പക്ഷെ ഭയങ്കര ഷോക്കായിരുന്നു നമുക്കില്ലേ ഇടി അത്. കൊടുത്തു. അത് നല്ല ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതാണ് ഇത്. എന്താ പുള്ളി അതിൻ്റെ അകത്ത് വന്നിട്ട് നന്നാവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളൊന്നും സ്വീകരിക്കില്ല, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളെന്നറിയോ. എന്നിട്ട് ഈ ജിസേലിൻ്റെ അടുത്തൊന്നും ഇതുവരെ ഒരു ഒരു എന്താ പറയുന്ന ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവസാനത്തെ ഇതിൻ്റെ അകത്ത് ബിഗ് ബോസ് തന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തായിരുന്നു, ഈ വീട്ടിലുള്ള ആരോടെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് സോറി പറയാനുണ്ടെങ്കിൽ പറയാം. ഉം. പറഞ്ഞപ്പോൾ ഇവള് സോറി പറഞ്ഞു. ഉം. ആരോടാന്നറിയോ, രേണുസുധീരുടെ അടുത്ത് സോറി പറഞ്ഞു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ തലയിലൊക്കെ പേനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പറഞ്ഞായിരുന്നു. ഓ. അപ്പം അങ്ങനെ പറഞ്ഞതിന് അതിന് ഞാൻ സോറി പറയുന്നു. എന്ത് പേൻ്റെ മികച്ച കാര്യം കാര്യം. പറഞ്ഞേ. ഇവിടെ അതിലും വലിയ വലിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞേക്കുന്നത്. എന്നാൽ അതിനൊന്നും ഒരു സോറി പറയാം, അല്ല ഞാൻ കാരണം പുറത്ത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം മനുഷ്യപ്പറ്റൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയല്ലേ പെരുമാറേണ്ടത്. പക്ഷെ എന്നിട്ട് മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ ഇത് പറയത്തില്ലല്ലോ അത് പറയത്തില്ല, വേറെ. അത് വേറെ. അല്ല ഇപ്പൊ കുറേ റീലുകളൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരി എനിക്ക് കുക്കിംഗ് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ എടുത്ത് നോക്കിയാൽ ആ സാധനങ്ങളെ കാണാനുണ്ട്. ഉം. MG ശ്രീകുമാറിൻ്റെ ഇതിൻ്റെ ഷോയ്ക്കകത്തും അല്ലാണ്ട് പല കുക്കറി പരിപാടികളുടെ അകത്തുമൊക്കെ പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നു, ഞാൻ വീട്ടിൽ ഇതൊക്കെ വെച്ചുണ്ടാക്കും ഉം. എന്നൊക്കെ. ഉം. എന്നിട്ട് ഉം. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഈ എക്സിറ്റ് ഇൻ്റർവ്യൂവിലും പറഞ്ഞതെന്നറിയോ, എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, ഞാൻ ബിഗ് ബോസിൽ വന്നിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്ന്. ഉം. ഉം. എന്തിനാ ഈ കള്ളം അല്ല പറയുന്നതെന്നുള്ളതാണ് പക്ഷെ അത്. ഞാൻ കണ്ട എപ്പിസോഡ്സിൽ മൊത്തം പുള്ളിക്കാരി കിച്ചണിൽ തന്നെയായിരുന്നല്ലേ. കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ വലിയ താല്പര്യം എനിക്ക് അടുക്കള തോന്നി ഭൂതം എന്ന് എന്താ. പറഞ്ഞ് ഞാൻ ഏതോ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല കാരണം കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. വെസലിനകത്തിലിട്ട് കഴിഞ്ഞാൽ വെസൽ കഴുകത്തുമില്ല. പിന്നെ എന്തിനാ ഇവളെ വെസലിലിടുന്നു? ആ ഇവളെന്തിനാ അവിടെ? അല്ല ഈ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നാൽ ഇപ്പം ഈ ചില ഇതിലകത്ത് പറയത്തില്ലേ, ഇപ്പം മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശവമാകണം, കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറുക്കനാവണം എന്നൊക്കെ പറയും. ആ പരിപാടിയാണ് പുള്ളിക്കാരിക്ക്. അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരുടെ കൺട്രോളിലാണ്, ആർക്കൊക്കെ ഉം. എന്തോരമൊക്കെ വേണം, ഇവർ വിളമ്പണം. ഇത്രയൊക്കെ അത് വിളമ്പിയിട്ട് ഇവർ ഇത്രയൊക്കെ കഴിച്ചാൽ മതി, ഇവർക്കൊന്നും ഫുഡിൻ്റെ വില അറിയില്ല, അങ്ങ് ഇത് ഇത്രയൊക്കെ മതി, ഇത് പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകണം. ഇതൊരുമാതിരി നമ്മള് റെട്രോയ്ക്കകത്തിട്ട് പൂജ ഹെഗ്ഡയുടെ പൂജ കാര്യത്തിൽ ഹെഗ്ഡയുടെ സ്റ്റക്കായത് പോലല്ലേ. ടാനിങ് സ്പ്രേയുടെ കാര്യം പറഞ്ഞ പോലെയുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഞാൻ കുറച്ച് എപ്പിസോഡ്സ് കണ്ടുള്ളൂ, എന്നിട്ടും എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി സത്യം പറഞ്ഞാല്. എന്തൊരു അതാണ് ഈ സീസണിൽ, അതുകൊണ്ട് പലർക്കും അതാണ് ഒരു അനുമോൾ പക്ഷേ ആരാധകർ ഒഴിച്ച്. ആ അല്ല ആര്യൻ പോയപ്പോ ഞാൻ ശരിക്കും ഞെട്ടിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആര്യൻ ഔട്ടായി പോകുന്നത്. കാരണം പുള്ളി അത്യാവശ്യം വലിയ, എനിക്ക് പുള്ളി ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കാണാൻ തുടങ്ങുന്നതിന് മുന്നേ നീ ഓർക്കുന്നുണ്ടോ, എന്തോ ഒരു ഇങ്ങനത്തെ ഇഷ്യൂ വന്ന് ലാലേട്ടനോട് എന്തോ തിരിച്ചു പറയുവോ അങ്ങനെ എന്തോ ആ ഒരു ഇഷ്യൂ വന്നായിരുന്നല്ലോ. അപ്പൊ അന്നേരമൊക്കെ നല്ല നെഗറ്റീവ് ആയിരുന്നു പുള്ളിക്ക്. ആ ആ. കാരണം അങ്ങനത്തെ ഒരു അത് ഒരു തൊപ്പി ലാലേട്ടനെ ഒരു ആക്കുന്ന മുട്ടത്തോട് പോലെ ഒരു രീതിയിലുള്ള. സാധനം തലയെ വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഇത് കൊടുത്തു. അപ്പൊ ഇത് കുളിക്കുമ്പോഴും വെക്കണോ ലാലേട്ടാ എന്നൊക്കെ ആ ഉള്ള രീതിയിൽ ചോദ്യം ചോദിക്കുന്ന ചോദിച്ചു. അതല്ല അതൊരു പുള്ളിയുടെ ഒരു എന്താ പറയുക അത് ലാലേട്ടനെ അവന്റെ ഒരു ആക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷെ സംസാരം. പുള്ളിയുടെ ഒരു അങ്ങനത്തെ ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു നേച്ചറാണ് പുള്ളിയുടെ. അപ്പൊ അത് ഉം. പക്ഷെ പിന്നെ പിന്നെ പുള്ളി അങ്ങ് നന്നായി. ജിസയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അങ്ങോട്ട് വേറെ രീതിയിലായി. അത് ഉം. ഗെയിം ഉം. ഉം.
ആൾക്കാർക്ക് പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ അതെ ഞാൻ ആൾക്കാർ കണ്ട എപ്പിസോഡ്സിലെല്ലാം പുള്ളി നല്ലതായിരുന്നു ആക്ച്വലി. ഭയങ്കര പുള്ളിയും ഒട്ടുമേലെ. അക്ബറും ആയിരുന്നു നല്ലത്. നെവിനും ചില സമയത്ത് എനിക്ക് പുള്ളി ഭയങ്കര സാസി ആവുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെവിൻ. പക്ഷെ പുള്ളി ഈ മറ്റേ കട്ട് തിന്നുന്ന പരിപാടി ഞാൻ മിഡ് പോർഷനിൽ നിന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പുള്ളി സാസി ആവുമ്പോ ഭയങ്കര രസമാട്ടോ. പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ടാസ്കിലൊക്കെ ഏതോ ഒരു ടാസ്കിനകത്തിട്ട് പുള്ളി ഇങ്ങനെ റാംപ് വാക്ക് അല്ല എന്തോ ഈ ഒരു പലകയിൽ കൂടെ നടക്കാനുള്ള എന്തോ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പുള്ളി ടിക്കറ്റ് ഭയങ്കര ഫിനാലയുടെ അകത്ത്. അത് ഭയങ്കര നല്ലതായിട്ട് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തൊക്കെ കൊള്ളാം, നല്ല സാസി ക്വീൻ ഒരു ഭയങ്കര രസമുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് ഈ മൂന്നുപേരെ ആയിരുന്നു എനിക്കിഷ്ടം. അവരെല്ലാരെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ ഒരു അവസ്ഥ ആ, ഉണ്ടായിരുന്നു. ബട്ട് ആര്യൻ പെട്ടെന്ന് ഔട്ടായി പോയപ്പോൾ ഞാൻ ഞെട്ടിയായിരുന്നു ആക്ച്വലി. കാരണം ആ സമയത്തൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ആദില വാസ് ലൈക്ക് ഒരു യൂസും ഇല്ലാത്ത ഒരു സാധനമാണ്. ലൈക്ക് 100+1 ഇസ് ആദില എന്ന് പറയുന്ന പോലത്തെ ഫീലിംഗ് ആണ് ഞാൻ കാണുന്ന സമയത്ത്. അപ്പം ഞാനിങ്ങനെ ആ. ആലോചിച്ചു ഇതുങ്ങളെ ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് അവനെ ഔട്ടാക്കിയത് ഭയങ്കര മോശമായി പോയല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു. കാരണം അവൻ അത്യാവശ്യം നല്ല ഗെയിമർ ആയിരുന്നു എന്ന് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഉം. അത് വെ- ഇത് പറയാനായിട്ട് ഈ മറ്റേ ആ, അനീഷേട്ടൻ അല്ലെങ്കിൽ അനുമോൾ എന്നുള്ള രീതിയിലാണ് ഫിനാലെയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അക്ബറിനും ഇവർക്കൊന്നും വോട്ടില്ലായിരുന്നു. ഉം. അപ്പം നെവിൻ്റെ അക്ബറിൻ്റെയൊക്കെ വോട്ട് ചെയ്യുന്നവർ അനീഷേട്ടന് വോട്ട് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ PR വക ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. പുള്ളിക്ക് വോട്ട് ചെയ്യുവാണെങ്കിൽ പുള്ളി ജയിക്കില്ല, അനുമോൾക്ക് കപ്പടിക്കരുത് എന്നുള്ള ഒരു കോമൺ ഗോൾ ഉണ്ടല്ലോ. ആ, ആ, ആ. അതിലൊരു കാര്യം, ഒരു ചെറിയൊരു വാസ്തവം ഉണ്ട്. കാര്യം അവർക്ക് വോട്ട് ചെയ്തവരും കൂടെ ഇങ്ങേർക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങേര് വിന്നർ ആയേനെ. ഒരു രീതി നോക്കുമ്പോൾ അനീഷ് വിന്നറാവുന്നായിരുന്നു. പക്ഷെ അനീഷിന് എനിക്ക് വലിയ താല്പര്യം ഇല്ല. കാരണം എനിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെക്കാളും പലരും ഭേദം. ഭയങ്കര സത്യസന്ധൻ, ഭയങ്കര ഇതാണ്, ജെന്റിൽമാൻ എന്നൊക്കെ ഏയ്. പക്ഷെ ഒരു കാര്യത്തിൽ പുള്ളീനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അത് അക്ബർ പോകാൻ നേരത്ത് പറയുകയും ചെയ്തു പുള്ളിയുടെ അടുത്ത്. പുള്ളി ഉം. എവിക്റ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അത്, അനീഷേട്ടൻ നിങ്ങളൊരു നല്ല ഒരു വ്യക്തിയാണ്. കാര്യം ആർക്കെതിരെയും പുള്ളി പേഴ്സണലായിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. അറ്റാക്കിങ് ഉണ്ട്. ഓക്കെ ഓക്കെ. ആരെയും ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഈ അനുമോൾ ഉന്നയിച്ച പോലെ പുറത്ത് ആക്രമണത്തിന് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയോ തെറിവാക്കുകൾ പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ വരും സീസണുകളിൽ ആരെങ്കിലുമൊക്കെ ആ ഒരു കാര്യം, ആ ഒരു ക്വാളിറ്റി മാത്രം പുള്ളിയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് പക്ഷേ ഉഡായിപ്പുകൾ പുള്ളി പലതും ചെയ്തിട്ടുണ്ട്. കാര്യം പുള്ളി വന്ന സമയത്ത് പിന്നെ മൈജി ഇതിൻ്റെ കോൺടെസ്റ്റിലൂടെ കോമണർ ഇതിലെ വിഭാഗത്തിലാണ് പുള്ളി വരുന്നത്. അങ്ങനെയാണ് പുള്ളി ഇതിൻ്റെ അകത്ത് സെലക്ട് ആവുന്നത്. പുള്ളി ഇതിനു മുമ്പ് സെൽമീ ദ ആൻസർ പോലുള്ള സാധനത്തിൻ്റെ അകത്തൊക്കെ ഈ മറ്റേ എന്താ പറയുന്നത്, എന്നെ വിളിക്കുന്നു പറഞ്ഞ് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇന്നിപ്പോൾ ഞാൻ ഒരു റീല് കണ്ടു. ഒരു 4-5 എപ്പിസോഡുകളിൽ പുള്ളി ഇതുപോലെ പുള്ളീനെ ഓഡിയൻസിൻ്റെ അകത്തുനിന്ന് വിളിച്ച് എൻ്റെ പേര് അനീഷ്, ഞാൻ എന്നെ എടുത്തുനിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ അകത്ത് ബിഗ് ബോസിൽ വരാൻ വേണ്ടി 5 വർഷം ലീവൊക്കെ എടുത്തിട്ട് വന്നു എന്നൊക്കെയാണ് പുള്ളീനെ. അത് പുള്ളി കയറി വന്ന സമയത്ത് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അനീഷ് അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം എക്സിറ്റ് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ആ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീ വിരുദ്ധതയുടെ കാര്യം പറ്റി പറഞ്ഞിട്ട്, അകത്ത് പോയിട്ട് അങ്ങനെ ഒരു ഇതൊന്നും കാണിച്ചില്ലല്ലോ. അല്ല, അത് അകത്ത് പോയി കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ കാരണം പുള്ളി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്തിട്ടാണ് പുള്ളി അകത്തോട്ട് വന്നത്. അതായത് ആദ്യമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടേ നിൽക്കൂ, എനിക്ക് നിങ്ങളാരും എൻ്റെ വീട്ടിലോട്ടൊന്നും വരണ്ട, ഇത് ഷോ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊന്നും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവസാനമായപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് വരണം. മനസ്സിലായി, ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ക്യാരക്ടർ ട്രാൻസ്ഫർമേഷനൊക്കെ വരുന്ന രീതിയിൽ പ്രണയമൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ആർക്കുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു 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 സിനിമ പോലെ ഒരു ആർക്കൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ പുള്ളി അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത്, ഈ ഇൻ്റർവ്യൂവിൽ അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തൊരു നമ്പറാണ് ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട്. അകത്ത് വന്നിട്ട് ആ മനുഷ്യൻ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. സ്ത്രീകളോട് ശരിയാണ്. അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റോടെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പെരുമാറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, കയ്യിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ അഗ്രസീവായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും പുള്ളി അത് ചെയ്തിട്ടില്ല. ആകെ ഒരിടയ്ക്ക് ഈ ശാരിക ആ, ശാരിക ഉണ്ടായിരുന്ന സമയത്ത് KB എന്ന് പറഞ്ഞൊരു ശാരിക KB ഉണ്ട്, മറ്റേ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന പുള്ളിക്കാരി. ഓക്കെ. അവരുണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയൊരു ടോപ്പിക്ക് വന്നായിരുന്നു, ഇങ്ങനെ ഈ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അതായത് വീട്ടിൽ
വന്നിട്ട് എല്ലാ ദിവസവും വന്ന് ഭാര്യേനെ തല്ലുന്ന ഒരു ഭർത്താവാണ് എൻ്റെ കാര്യം പറഞ്ഞപ്പം ഭാര്യയ്ക്ക് അത് കുഴപ്പമില്ലെങ്കിൽ ഭർത്താവ് തല്ലുന്നതിൽ പ്രശ്നമില്ല. അതായത് ഭാര്യ ഇപ്പം ചില കലിപ്പൻ്റെ കാന്താരിമാരുണ്ടല്ലോ, എന്തോരം ഓ, തല്ലിക്കഴിഞ്ഞാൽ ആ ആഹ് മനുഷ്യൻ ആഹ് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഉം ഉം എന്ന് ഉം ഉം ഉം. പറയുന്നവരുണ്ടല്ലോ, നല്ലോണം വാങ്ങിച്ച് കൂട്ടിയിട്ട്. ആ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ അപ്പം ഓക്കെ. അതുപോലെ ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ അത് തെറ്റല്ലല്ലോ എന്നുള്ള രീതിയിലൊരു ഡയലോഗ് ഒന്ന് ഇടയ്ക്കൊന്നും അറിയാണ്ടൊന്ന് പറഞ്ഞു. ഓ, ഓക്കെ. പക്ഷെ പുള്ളിയുടെ ഇപ്പം നീ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് പുള്ളി എന്തോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം ഏട്ടായി എന്നെ അടിക്കുന്നത് എൻ്റെ ഏട്ടായിക്ക് എന്നോടുള്ള സ്നേഹം കാരണമാണെന്ന് സ്നേഹം പറയുന്ന പോലത്തെ. കാരണമാണ്. ഓക്കെ ആ ഓക്കെ ഓക്കെ. അങ്ങനെ പറയുന്ന ഇതുണ്ടെങ്കിൽ അപ്പം പുള്ളിക്കാരി അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ, പുള്ളിക്കാരിക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇഷ്ടമല്ലെങ്കിൽ. പറയാൻ, ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയണ്ടല്ലോ എന്നുള്ളൊരു ഇത് പറഞ്ഞു പുള്ളി. ആ, അത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പം പിന്നെ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ അത് പിന്നെ അത് സമ്മതിച്ചു കൊടുത്ത് എക്സാക്ട്ലി രക്ഷപ്പെട്ടു. സ്ത്രീവിരുദ്ധതയാന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ തിരിച്ചും വേണമെങ്കിൽ അപ്പൊ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തിരിച്ചും വേണമെങ്കിൽ ഇപ്പം പെണ്ണും പിള്ളക്ക് എന്നെ അടിക്കാൻ ഇഷ്ടമാണ്, അവനടിക്കാൻ അടി വാങ്ങിക്കാൻ ഓക്കെ ആണെങ്കിൽ ആ പാർട്ട്ണർ ഓക്കെ ആണെങ്കിൽ എന്നുള്ള ഓക്കെ. രീതിയിലൊരു ആ, ആംഗിളിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ചിന്തിക്കുമ്പോ ഓക്കെ, ന്യായമാണ്. ഓക്കെ, അത് ഈ എക്സാക്ട്ലി വീടിൻ്റെ അകത്ത് സ്ത്രീവിരുദ്ധത പറയാൻ പറ്റത്തില്ല. ആ, ആ ഈ വീടിൻ്റെ അകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീവിരുദ്ധതയായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ആകപ്പാടെ പറഞ്ഞ ഒരു കാര്യം ഇതേ ഉള്ളൂ. ആ, ഓക്കെ പക്ഷേ ഓക്കെ. ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പുള്ളി എന്നാ അവരോട് പറഞ്ഞതെന്നറിയോ, ആ, പെൺകുട്ടികൾക്ക് ഈ പ്രഗ്നൻസി മെറ്റേണിറ്റി ലീവ് കൊടുക്കുമല്ലോ, ഉം. അത് 6 മാസം എന്തിനാണ് കൊടുക്കുന്നത്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആഹാ, ശരി. അതായത് പ്രസവിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് അതിന് മുന്നേ ഉള്ള വേണം 1-2 മാസം വേണമെങ്കിൽ ആ, പോയിട്ട് ലീവ് മതിയല്ലേ. എടുത്തോട്ടെ. ഓക്കെ ഓക്കെ, ആ എളുപ്പമാണല്ലോ. ആ. അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്നോട് അനീഷ് പറഞ്ഞിരുന്നില്ലേ? കാര്യം ഈ എക്സിറ്റ് ഇന്റർവ്യൂ എടുക്കുന്ന പുള്ളിക്കാരിയാണ് ഈ ഇന്റർവ്യൂ പ്രോസസ്സിൻ്റെ അകത്തും ഉണ്ട്. ഉം, ഉം, അപ്പം ഉം, ഉം. എന്നോട് നമ്മൾ തമ്മിൽ അന്ന് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായല്ലോ. ഉം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആള് പിന്നെ അതിൻ്റെ അകത്ത് ഇതാർക്കും അറിയത്തില്ലായിരുന്നു. ഓ. കാര്യം ഈ ഇന്റർവ്യൂ പ്രോസസ്സ് ഒന്നും നമുക്ക് കാണിക്കുന്നില്ലല്ലോ. ആ, 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 ആ. പുള്ളി അവിടെ പോയിട്ട് ഈ വക അടവൊന്നും എടുത്തില്ല. ഇത് ആ. എനിക്ക് തോന്നുന്നു പുള്ളി ഇതിൻ്റെ അകത്ത് സെലക്ട് ആവാൻ വേണ്ടി മാത്രമായിട്ട്, കാര്യം ഒരു ഇവർക്കിടയിൽ ഒരു യുണീക്കായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. ഉം. ഇപ്പോൾ പുള്ളി കയറി വരുമ്പോൾ തന്നെ 5 വർഷം ലീവ് എടുത്തിട്ട് പ്രിപ്പയർ ആയിട്ട് വന്ന ഒരാൾ, സ്ത്രീവിരുദ്ധൻ, ഉം. അങ്ങനെ ഓൾറെഡി ഒരു ഡിവോഴ്സിൻ്റെ ഇതിൽ കഴിഞ്ഞതാണ്. അപ്പോൾ പുള്ളി കയറുന്ന സമയത്തും പറഞ്ഞിരുന്നത് ഡിവോഴ്സിൽ എന്താ പറയുന്നത്, പുരുഷന്മാരുടെ ഭാഗത്തും ഉള്ള ന്യായങ്ങളും കൂടെ ഉണ്ട്, ഉം. ഉം. അതുകൂടെ തുറന്ന് കാണിക്കണം, അതും എൻ്റെ ലക്ഷ്യത്തിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ, ഞാൻ ആദ്യത്തെ എപ്പിസോഡ് കണ്ടായിരുന്നു. അതായത് ഇവരെല്ലാരും വരുന്നൊരു എല്ലാവരും കൂടെ വരുന്ന ഒരു എപ്പിസോഡിൽ, ആ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. അതിനകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ലാലേട്ടനോട് ആ ചോദിച്ചു, ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ ആ ഓക്കെ. അത് പിന്നെ അതിൻ്റെ അകത്ത് വന്നിട്ട് ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞ അത് അങ്ങനൊന്നും ഇല്ല. ശരിയാ കേട്ടോ. ഞാനത് ഇപ്പം നീ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തേ. ഐ മീൻ ഞാൻ കണ്ട കുറച്ച് എപ്പിസോഡ്സേ ഉള്ളൂ. ബട്ട് ദെൻ അഗൈൻ അതിനകത്തിലാണെങ്കിലും പുള്ളി അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ കമന്റുകളൊന്നും ഞാൻ അങ്ങനെ കേട്ടില്ല. ഇല്ല അങ്ങനെ വിരുദ്ധ കമന്റുകളെ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല ആർക്കും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി വിരുദ്ധ ആക്കി ഞാൻ കമന്റ് കേട്ടില്ല. പറയാത്ത ഏക വ്യക്തി ഇങ്ങേര് മാത്രമേ ഉള്ളൂ, ആ, ഏറ്റവും ഉള്ളൂ. വലിയ ആ, സ്ത്രീവിരുദ്ധനാന്ന് പറഞ്ഞ്. അത് ആ, ഈ ആ. ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഇവര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അടിച്ചുവിട്ട നമ്പർ. പക്ഷേ ഈ ഉം. മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം പുള്ളിക്കാരി എടുത്ത് ചോദിക്കാൻ പുള്ളി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അത് ഞാൻ അങ്ങനെ എന്താ അത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി. പിന്നെ കാര്യം പറഞ്ഞു പോയല്ലോ, ആ. അതായത് പറഞ്ഞാൽ മതി അന്നേരത്തെ എൻ്റെ ഒരു സ്ട്രാറ്റജി ആണെന്ന് സമ്മതിച്ചു കൊടുത്താൽ മതി. പക്ഷെ അപ്പം ഓ. ബാക്കിയുള്ള എല്ലാം കൂടെ സമ്മതിക്കേണ്ടി വരുമല്ലോ. ആ, അപ്പോൾ ആ, പുള്ളി ഇതിൻ്റെ അകത്ത് ആ, ആ. വന്നിട്ട് ഞാൻ മലയാള ഭാഷേനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഈ എല്ലാവരും ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് പറയുമ്പം സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് എന്നേ പുള്ളി പറയുള്ളൂ. ആ, ആ, ആ. എന്നിട്ട് അന്ന് ഒരാഴ്ച ഇവരെല്ലാവരും സുപ്രഭാതം പറയാത്ത, ഇവരെല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളി അവരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള എന്തിന്? കണ്ടസ്റ്റൻസിനോട്. എന്തിന്? എല്ലാവരും സുപ്രഭാതം എന്ന് പറയണം, ഗുഡ് മോർണിംഗ് എന്ന് പറയരുത്, കാര്യം മലയാളം ബിഗ് ബോസ് ആണല്ലോ. എടാ ഓ. ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ പിന്നെ മലയാളമല്ല. ഇംഗ്ലീഷ് ആയി. പിന്നെ പിന്നെ ഏറ്റവും വലിയ കോമഡി, ഞാൻ മലയാളത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് വന്നത്, പ്രൊമോട്ട് മലയാളം ഭാഗമാണോ അല്ല. അങ്ങനെയാണെങ്കിൽ വലിയ മുതലാളി എന്നല്ലേ പറയേണ്ടത്. അപ്പം അത് അങ്ങനത്തെ കുറച്ച് ഉടായ്പ നമ്പറുകളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ.
പക്ഷേ ഓവറോൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അനിമോളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ഫാർ 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 ബെറ്ററാണ്. ആരെയും അതായത് അങ്ങനെ അനിമോളെ വെച്ച് ഉപദ്രവിക്കുന്നില്ല. നോക്കുമ്പോ ശരിയാണ്. അനിമോളെ വെച്ച് നോക്കുമ്പോ ഇയാള് ജയിക്കുന്നതായിരുന്നു ഭേദം എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അത് പക്ഷേ ഒരു അനിമോളിപ്പോ ഒരു ലോവർ റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് അനിമോളെ വെച്ച് ആരെ വെച്ച് നോക്കിയാലും എനിക്ക് തോന്നുന്നു ജിൻഡോ മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ ഒരു. പക്ഷെ ആൾക്കാർ ചിലർ പറയുന്നുണ്ട് ജിൻഡോ അനിമോളെക്കാളും ഭേദമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ജിൻഡോ എനിക്ക് രണ്ടും ഒരു ഏഹ് നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ പിന്നെ വേറൊരു അനിമോളുടെ ഒരു മെയിൽ വെർഷനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഷാനുക്കയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പക്ഷെ അത്ര എനിക്ക് ഷാനവാസ് അനിമോളുടെ അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ കണ്ട എപ്പിസോഡ്സിൽ അല്ല അത്ര ഏതൊരു കുഴപ്പമില്ലായിരുന്നു. കാര്യത്തിലാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ചീഞ്ഞ കളി കളിക്കുന്ന കാര്യത്തിൽ ഓ ഓക്കെ. കാര്യം അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോള് പറഞ്ഞ പോലെ ഷാനവാസ് ജിസേലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അക്ബർ നിന്നെ നോക്കുന്നത് ശരിയല്ല. പിന്നെ അതെന്തിനാ നെവിനെ ഇയാള് പറ്റി പറയുന്നത്? അവനെങ്ങനെ ചുമ്മാ നോക്കുന്നത്? ഇങ്ങേരുടെ ഇതിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം തന്നെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഉം, അതിൻ്റെ അകത്ത് ഈ അക്ബറും അപ്പാനിയും കൂടെ ചേർന്ന്, അതായത് എന്താ ഗെയിം എന്ന് വെച്ചാൽ ഇവരെല്ലാം കുറച്ച് പേര് ഗാർഡൻ ഏരിയയിൽ ഉറങ്ങണം. ഉം, അപ്പോൾ അവിടെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലെ ഒരാൾ ഒരു സമയത്ത് ഒരാൾ കിടക്കണം, എപ്പോഴും ഒരാൾ കിടക്കണം, ബാക്കിയുള്ളവർ അവിടെ സൈഡിൽ കിടക്കാം. ഉം. ഈ കട്ടിലെ കിടക്കുന്ന ആളെ കട്ടിലോടെ തൂക്കിക്കൊണ്ട് പോയി അവിടെ ഒരു ലൈനുണ്ട്, ആ ലൈനിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡ് ആവും. ഓ ഓക്കെ. അങ്ങനെ ഒരിത് ഫസ്റ്റ് വീക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷാനവാസിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് വെക്കാമെന്ന് ഈ അക്ബറും അപ്പാനിയും കൂടെ പ്ലാൻ ചെയ്തു. അതിന് ഈ ഇങ്ങനെ കൂടെയുള്ള 3 പെണ്ണുങ്ങളായിരുന്നു അന്നേരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജിസേലും ശൈത്യയും പിന്നെ ബിൻസിയും ആയിരുന്നു എന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. ഇവർ 3 പേരുടെ അടുത്തും ചെന്നിട്ട് ഇവർ പ്ലാൻ ചെയ്തു. അതായത് ഇങ്ങേരെ കട്ടിലേ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങേരെ ഉണർത്താതിരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുവെക്കാന്നുള്ള പ്ലാൻ ചെയ്തു. ഇങ്ങേർക്ക് വയ്യാതിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മരുന്നൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നതാണല്ലോ, ആ ഒരു സെന്റിമെന്റ്സ് പുള്ളി ആദ്യമേ ഇവരുടെ അടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങള് അവര് അത് ഇതാക്കിയിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, അതായത് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓ ഓ എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഇങ്ങേർക്ക് വേണ്ടി അവര് കാവലിരിക്കുകയും ചെയ്തു. വെരി അപ്പൊ ഗുഡ്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് പുള്ളിക്ക് അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് പറഞ്ഞാലും ഉടനെ അക്ബറാണ്. ഈ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, മറ്റേ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാണ്ട് അത് കൊളാക്കി കൊടുത്തിട്ട്, അത് അക്ബർ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം അവൻ എന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അക്ബറിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അക്ബർ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല. ഇവരെല്ലാം കൂടെ ഉണ്ടല്ലോ പുള്ളീനെ ഒരു വലിയ വില്ലനാക്കി. ബിഗ് ബോസിലെ മാസ്റ്റർ പ്ലാനർ, ഭയങ്കര വലിയ വില്ലൻ, കുത്തിത്തിരിപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിക്കും ഒരു പാവമായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ ഈ 24 മണിക്കൂർ ഇയാളുടെ തലയിൽ അക്ബർ. ഇപ്പൊ ഈ നെവിൻ പാലെറിഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിന്റെ വിഷയത്തിന് തുടക്കമിടാൻ കാരണം അക്ബറാണ്. അതിന് തുടക്കമിട്ട അക്ബർ അല്ല, അനുമോള്. അവള് പാത്രം കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങിയ വഴക്കാത്. ശരിയാ കറക്റ്റ്. ആ അതിന് കാരണം ഒരു അക്ബർ. നെവിന്റെ കൈ പിടിച്ച അക്ബർ പാലെറിഞ്ഞു എന്ന് മാത്രമേ ഇനി പുള്ളി പറയാൻ ബാക്കിയുള്ളൂ. അത്രയും അപ്പൊ ആ ഒരു എന്താ പറയുന്ന ഷാനവാസിന്റെ കാര്യത്തിൽ അതാണ്, അക്ബർ ആയിരുന്നു എല്ലാത്തിനും കാരണം. അപ്പൊ അങ്ങനെ പക്ഷേ ഇപ്പൊ ഉണ്ടല്ലോ മൊത്തത്തിലേ ഞാനിങ്ങനെ മറ്റേത് ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ഇതിനകത്തിലും കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ കുറച്ച് കണ്ട ഒരു ഫുള്ള് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല. ഞാൻ മറ്റേതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഇതിൻ്റെ മിഡ് പോർഷനും കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ സീസൺ എനിക്ക് കഴിഞ്ഞ സീസണിനേക്കാളും എന്തോ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ സീസൺ എനിക്കൊരു ഭയങ്കര അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡള്ളായിരുന്നു. ഉണ്ടല്ലോ, കഴിഞ്ഞ എന്തായിരുന്നു ഇവിടെ? സീസണില് അത് ശരിയാ കേട്ടോ. എനിക്ക് പക്ഷേ നമ്മുടെ ജെയിംസ് ബോണ്ട് പറയുന്നത് കഴിഞ്ഞ സീസൺ ആയിരുന്നു, അതിൽ കണ്ടസ്റ്റൻസ് നല്ലതായിരുന്നു എന്നുള്ള രീതി. പക്ഷെ ഈ അല്ല, സീസണ് ഇതിൻ്റെ കുറെ അകത്തിലെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അവസാനമൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയോ ഒരു ഇതുള്ള പോലെ എനിക്ക് തോന്നിയത്. കണ്ടോണ്ടിരിക്കാനുള്ള ഒരു കണ്ടിന്യൂ, അതായത് ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ എന്ത് അകത്തൊരു നടക്കും. പ്രണയ ജോഡി ഇല്ലായിരുന്നു. ആദില ആ നൂറമാർ ഒഴിച്ച് വേറൊരു പ്രണയ ജോഡി ഇല്ലായിരുന്നു. അവര് 24 ഭയങ്കര മണിക്കൂർ ബിഗ് ബോസ് മെച്ചുവേർഡ് ആയിരുന്നു, ഇങ്ങനെ അവര് ഭയങ്കര നൈസായിരുന്നു. 24 മണിക്കൂറും ബിഗ് ബോസ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ച് നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇതില് വെറുപ്പീര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദാചാരവും കുലസ്ത്രീ വർത്താനവും ഒക്കെ പറഞ്ഞ് അതില് മെയിൻ ആൾക്കാർ ഇവരൊക്കെ ഈ അനുമോളും ഷാനവാസും ഒക്കെയാണ് മെയിൻ.
പിന്നെ ലക്ഷ്മി ഇത് ഈ സീസണിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഞാൻ വേറൊരെണ്ണം കാണുന്ന ലാലേട്ടൻ വന്നിട്ട് ആദില നൂറന്മാരെ വീട്ടിലോട്ട് ക്ഷണിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഞാൻ അതൊരു ആ ഭയങ്കര എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. അത് ബിഗ് ബോസിൻ്റെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഞങ്ങൾ ഇതിൻ്റെ ഈ ഷോയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഈ LGBTQ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു സാധാരണ വായ്ത്താളം അടിക്കാറുള്ളതാണ്. പക്ഷെ അത് ശരിക്കും അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നിയത് ഈ ഒരു സംഭവത്തിലാണ്. കാര്യം ഒരുപാട് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അമ്മമാർ വന്നിട്ട് അവരെ ഞങ്ങളുടെ മക്കളായിട്ടൊക്കെ കാണുന്നു, വീട്ടിലോട്ട് ഞങ്ങളുടെ വീട്ടിലും അവരെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു 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 എന്തെങ്കിലും ഒരു ചേഞ്ച് ആൾക്കാരുടെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ഫിനാലയുടെ അന്ന് ലാലേട്ടൻ പറഞ്ഞു അവരോട്, ഞാൻ നിങ്ങളോടൊരു വാക്ക് തന്നിരുന്നു എൻ്റെ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താണല്ലേ ക്യാമറാമാനും കൊണ്ടുപോയിട്ട് ലക്ഷ്മിയുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ക്യാമറ വെക്കുന്നുണ്ടായിരുന്നു. വെച്ചായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. വെച്ചായിരുന്നു. നല്ല മികച്ചൊരു അപ്പം അതൊരു പോസിറ്റീവാണ് അവർക്കിപ്പം. അവരായിട്ടൊന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ ഈ ലക്ഷ്മി അങ്ങനെ ഒരു സാധനം ചെയ്തുകൊണ്ട് ലക്ഷ്മി അല്ല കാരണമാണ് ഈ അത് ഒനീൽ സത്യം അതിൻ്റെ പറഞ്ഞാല് അകത്ത് ഈ നിന്ന് കുറച്ച് അല്ല ഈ അനുമോള് വിജയിക്കുന്നതിനേക്കാളും വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലോ ലാലേട്ടൻ വീട്ടിലേക്ക് അവർക്ക്. വിളിക്കാറ്. അതെ 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 അതെ. അതെ. അല്ല ഇവര് ആദില നൂറന്മാരുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പം അനുമോളെ കൂടെ നിന്ന് ചതിച്ചു. ആ, ഓ, ശൈത്യേനേക്കാളും കൂടുതൽ ഇവരാണ് അനുമോളെ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട്, അവർ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് അനുമോളുടെ ഓരോ ഈ കുലസ്ത്രീ വർത്താനം എല്ലാം അവർ എക്സ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ മാത്രമല്ല അക്ബറിനെതിരായിട്ടൊരു അവസാന വീക്കെൻഡിൽ അക്ബറിൻ്റെ അടുത്ത് പുള്ളിക്കാരി ആദില പറഞ്ഞു കൊടുത്തായിരുന്നു ഇങ്ങനെ, അതായത് ഈ ആദിലെ എവിക്റ്റായി പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു വീക്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫിനാലയുടെ മുമ്പത്തെ 2 ആഴ്ച മുമ്പത്തെ അങ്ങനത്തെ എന്തോ ഒരു സമയത്തായിരുന്നു എന്ന് തോന്നുന്നു. അന്നേരം ഇവർ ഈ ഇവർക്ക് പേനയും പേപ്പറും ഒന്നും ഇല്ലല്ലോ. അപ്പം ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് ക്യാമറ ഇല്ല. അതിൻ്റെ അകത്ത് വെച്ചിട്ട് അനുമോൾ ടിഷ്യൂ പേപ്പറിൽ ആദിലയുടെ നമ്പർ എഴുതി കൊടുത്തു. അനുമോൾ അവളുടെ PR-ൻ്റെ നമ്പറാണ് എഴുതി തന്നതെന്നാണ്. എന്തോ കൊണ്ട് എഴുതുന്നത്? അത് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്, ഓ ആ ആ ആ, ആ. ലിപ്സ്റ്റിക്കും ഐലൈനറോ അങ്ങനെ എന്തോ ഇത് വെച്ചിട്ടാണ് എഴുതി കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തായിരുന്നു. PR-ൻ്റെ നമ്പർ തന്നായിരുന്നു. അതായത് അക്ബറിനെ ഇപ്പം ഷോയിൽ വെളുപ്പിക്കുകയാണ് അവർ വീക്കെൻഡിലൊക്കെ. അത് ഓക്കെ. പുറത്തും ഭയങ്കര ഒരു ഇതായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ കുറേ വീക്കെൻഡിലൊക്കെ അക്ബറിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. അക്ബറിനെ വെളുപ്പിക്കാൻ നോക്കുന്നതല്ല, പുള്ളിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. ഉണ്ട്. ആ ആ ആ പുള്ളിക്ക് കാര്യം പറയാനും അറിയാം. ആ. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് പുള്ളീനെ അക്ബറിന് ഇതിൻ്റെ ഷോയുടെ ഡയറക്ടർ സർഗോ എന്ന പുള്ളിയുടെ പേര്. ഉം. സർഗോയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അക്ബറിനാണ് കപ്പ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ PR-ൻ്റെ വക കുറച്ച് അടിച്ചിറക്കിയായിരുന്നു. ഉം, ഉം, ഈ ഉം. സർഗോ കപ്പ് കൊടുക്കാൻ പോയവനാണ് 5ാമതായിട്ട് പുറത്തായിരിക്കുന്നത്. അത് വീക്കെൻഡിൽ വന്നിട്ട് അക്ബറിനെ വെളുപ്പിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാര്യം അക്ബർ മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്കൊക്കെ പുള്ളിയുടെ പേരിൽ ഇവർ ഓരോന്ന് എടുത്തിടുക. ഓക്കെ. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ അനുമോളെ കുറിച്ച് കടുത്ത മാനസിക സംഘർഷ ആക്രമണമൊക്കെ പറഞ്ഞില്ലേ, ഇത് മുഴുവൻ നേരിട്ടത് ഈ മനുഷ്യനാ. കാര്യം പുള്ളിയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന അപ്പാനി പോയി. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുരുതി ഗ്യാങ്ങാന്ന് പറഞ്ഞ് ഒരു സാബുമാൻ എപ്പിസോഡില് ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ സാബുമാൻ ഔട്ടായ സാബുമോൻ എപ്പിസോഡായിരുന്നു. സബുമോൻ. സാബുമാൻ സബുമാൻ നീ ആണോ സബുമോൻ? അകത്തുള്ളവനെ പറ്റിയല്ലേ പറഞ്ഞു, സാബുമാൻ. അകത്തുള്ളവൻ. ആ അല്ലല്ല അകത്തുള്ളവൻ. അവൻ ഔട്ടാവുന്ന, അവനെ എലിമിനേറ്റ് ആവുന്ന ആ ഒരു എപ്പിസോഡില് അവൻ എലിമിനേറ്റ് ആവുന്ന എപ്പിസോഡായിരുന്നു തോന്നുന്നു. അതിനകത്തില് എന്താ മറ്റേ ഈ അക്ബറിന്റെ അപ്പുറത്തിരിക്കുന്ന എലിമിനേഷന്റെ സമയത്ത് അക്ബറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആരാണോ ഇരിക്കുന്നത് അവര് എലിമിനേറ്റ് ആയി പോകുന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇച്ചിരി ടെൻസ്ഡ് ആയിപ്പോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാബു മോനുണ്ടല്ലോ, ഫസ്റ്റ് സീസൺ വിന്നർ സാബു മോൻ, തരികട സാബു. സാബു അകത്ത് വന്ന സമയത്ത് പറഞ്ഞായിരുന്നു അക്ബർ ഈ ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ആദിമകാലത്തെ മനുഷ്യരൊക്കെ എന്താ പറയുന്നത് കുരുതി കൊടുക്കുന്നൊക്കെ പരിപാടിയാണ്, ഇങ്ങനെ കുരുതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തു ഇയാൾ ഈ പറഞ്ഞു വരുന്നത്. പുള്ളി എവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് അക്ബറിൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ
പുള്ളി ഓരോ വീക്കെൻഡിലും കുരുതി കൊടുക്കുവാന്ന് പറഞ്ഞു. കുരുതി ഗ്യാങ്, അവരെപ്പോഴും പോയി ഇരിക്കുന്ന കോർണർ, കുരുതി കോർണർ, ആ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ, ഈ ആ. അകത്തുള്ളവർ തന്നെ പേരിട്ട്. കാര്യം പുള്ളിയുടെ അപ്പാനി പോയി. പിന്നെ പുള്ളിയായിട്ട് കമ്പനിയായിട്ടുള്ള ജിസേല് പോയി. അപ്പം ഉം. അങ്ങനെ പുള്ളിയായിട്ട് കമ്പനിയായിട്ട് ആര്യൻ പോയി. അപ്പം അങ്ങനെ പുള്ളിയായിട്ട് കമ്പനിയായിട്ടുള്ള ആൾക്കാരൊക്കെ പൊക്കോണ്ടിരിക്കുക. ആകെപ്പാടെ നെവിൻ മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ആക്രമണം എല്ലാം നേരിട്ടത് പുള്ളിയാ. ഇത്ര അത് എന്നിട്ടും എന്തോ എനിക്ക് ഈ ആദില നൂറന്മാരുടെ ഒരു വിഷയമാണ് ഒരു പോസിറ്റീവ്. പിന്നെ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നി അക്ബറിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിന്. അനുമോൾ ആദില നൂറന്മാരൊക്കെ ഭയങ്കര വലിയ പട്ടായ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറയും. ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അതൊരു ആത്മാർത്ഥമുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ അക്ബറിൻ്റെ ഇപ്പം അപ്പാനി അക്ബറും തമ്മിലുള്ള ബോണ്ട്, ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണേലും അല്ലെങ്കിൽ നെവിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഇവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ്. അതെനിക്ക് അത് ഇച്ചിരി പക്ഷേ എനിക്കത് ഭയങ്കര വിയേർഡായിട്ടാ തോന്നിയത്. എനിക്കതൊരു ആ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടല്ല. എനിക്ക് അത് മാതിരി ഫ്രണ്ട്ഷിപ്പ് അല്ല. ആ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് ഒരു വീക്കെൻഡിൽ വന്നിട്ട് പറഞ്ഞു, ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടും അനീഷ്. ലാലേട്ടൻ എന്ത് പറഞ്ഞാലും അനീഷ് അത് തലയിലോട്ട് എടുക്കും. ഈ അനുമോൾ ഈ മറ്റേ ഇത് മറ്റേ എന്താ ലവ്, എന്താ ഫണ്ണിന് വേണ്ടി ചെയ്ത സമയത്ത് ഉം. പ്രണയിക്കും അനീഷ് എന്നുള്ള ആ ഒരു കോമ്പോനെ പറ്റി ലാലേട്ടൻ ചോദിച്ചതിന് ശേഷമാണ് പുള്ളി പോയിട്ട് ഇവളുടെ അടുത്ത് മറ്റേ പ്രണയാഭ്യർത്ഥന അത് നടത്തിയത്. അഭ്യർത്ഥന നടത്തിയിട്ടുള്ള എപ്പിസോഡിലാണെങ്കിൽ എനിക്കൊരുമാതിരി ലാലേട്ടനെ ഒരുമാതിരി അനുമോള് പണി കൊടുത്തവര്. കാരണം ലാലേട്ടൻ അവിടെ ഇരുന്ന് ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നു, അവര് എന്താ ലവിനെ കുറിച്ച് പറയുന്നു, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അനുമോളോട് കാര്യം ചോദിച്ചപ്പോൾ അനുമോള് പറയും എനിക്കങ്ങനൊന്നുമില്ല, എനിക്കൊരു ചേട്ടനെ പോലെയാണ്. എടി ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നപ്പോ നീ കേട്ടോണ്ടിരുന്നിട്ട്. അല്ല, ലവും പിന്നെ ഇങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോൾ ലാലിച്ചും കുറച്ച് ആക്റ്റീവ് ആകുമല്ലോ, അത് നമുക്കറിയാം. എന്നിട്ട് പാവം ഒരു ലാലേട്ടൻ. ഡയലോഗ് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് എനിക്ക് പിന്നെ ഇങ്ങനെ പ്രണയാഭ്യർത്ഥനകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ആ, എനിക്ക് അതെ, അറിയില്ല. അതെ. ഏ, കൊച്ചു കൊച്ചു കള്ളൻ അട്ടിക്കിഞ്ഞ്. പുള്ളി ഒരു പൂക്കിയാണ്. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈ ഈ സീസണിൽ നല്ലയായിരുന്നു പുള്ളി. പുള്ളിയെ ഓൾദോ ഇവരകത്തുള്ളവരെല്ലാരും ഇച്ചിരി പുള്ളിക്ക് പണി പുള്ളിക്ക് വേണ്ട ആ ബഹുമാനം അവര് കൊടുത്തിട്ടില്ല കൊടുത്തില്ല. എന്നുണ്ടെങ്കിലും പക്ഷെ കുഴപ്പമില്ല. അവതരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞതിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അൾട്രാ ബോറിംഗ് ആയിരുന്നു കഴിഞ്ഞ സീസൺ. അത് ഞാനതാ പറഞ്ഞത്, ചിലപ്പം ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടൊരു മിഡ് ആകുന്നിടം വരെ കണ്ടുകൊണ്ടാണോ ബോറിംഗ് ആയിട്ട് തോന്നിയത് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനത്തെ മസാല കാര്യങ്ങളൊക്കെ ഒരു മിഡ് പോർഷൻ ആകുമ്പോഴാണല്ലോ വരുന്നത്. ഇനി അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പൊതുവേ ഇപ്പം ഈ നൂറാന്ന് എന്നോട് മറ്റേ തമ്മനയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നൂറ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ നോറേനെയാണ് നോറ. ഓർക്കുന്നത്. പക്ഷെ ശരിയാ. അവരൊക്കെ ഒരു അറിഞ്ഞൂടെ. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പം അനുമോള് ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ ചിലപ്പോൾ വേറൊരു രീതിയിലോട്ട് പോയേനെ. പിന്നെ കുറെ പേര് വന്നിട്ട് പറയായിരിക്കും ചിലപ്പോൾ അനുമോളാണ് കണ്ടന്റ്. കാര്യം എല്ലാവർക്കും അകത്ത് അനുമോളായിരുന്നു കണ്ടന്റ്. കാര്യം ഇവളോരോന്ന് ഒപ്പിച്ച് വെക്കുക, അവര് അനുമോളെ പറ്റി പറയുന്നതും. അക്ബറിനാണെങ്കിൽ കുറെ ഗാനങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു പുള്ളി, അതെ, അതെ, ഞാൻ പാട്ടുകൾ. കേട്ടിട്ടുണ്ട്. നീ എനിക്കത് അയച്ചു തന്നായിരുന്നു. മനോഹരമായ മികച്ച. ആരെങ്കിലും ഒരാൾ മിക്കവാറും അതിൻ്റെ ഒരു കോമ്പൈലേഷൻ ഉണ്ടാക്കും എപ്പോഴെങ്കിലും. അതിൻ്റെ ഒരു ഇത് പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരെപ്പോഴും അനുമോളെ പറ്റിയാണ് പറയുന്നത്, അനുമോളില്ലേ കണ്ടന്റ് ഇല്ല എന്നൊക്കെയാ കുറേ പേര് പറയും. അനുമോളില്ലെങ്കിൽ കണ്ടന്റ് ഇല്ല, ശരി, പക്ഷെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അവരത് പിടിച്ച കണ്ടന്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. ഇതിപ്പം പി ആർ കഥ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് അകത്ത് പുള്ളിക്കാരിയാണ് ശൈത്യയോടും ബിന്നിയോടും ഒക്കെ, അല്ല, ബിൻസിയോടും ബിന്നിയോടും ശൈത്യയോടും ഒക്കെ പറഞ്ഞിരുന്നത് ഇവക്ക്. ബിൻസിയും ഉണ്ട്, ബിന്നിയും ഉണ്ട് അല്ലേ. എനിക്ക് ഈ ആ ബിന്നി എന്ന് പറയുന്ന പുള്ളിക്കാരിയല്ലേ ഡോക്ടർ, മറ്റേ ആ സീരിയൽ ആക്ട്രസ്. ആ പുള്ളിക്കാരി എനിക്കറിയാവുന്നത്. പുള്ളിക്കാരിയിലൊക്കെ അടുത്ത് ഇവള് പറഞ്ഞിരുന്നത് 16 ലക്ഷം രൂപയാണ് പി ആറിന് കൊടുത്തിരുന്നതെന്നാണ് ഓഫ്. എന്ന് പറഞ്ഞിട്ട് അവരകത്ത് പറഞ്ഞ്. അതൊരു എക്സിറ്റ് ഇന്റർവ്യൂവിൽ വെച്ചപ്പോൾ 16 ഞാൻ പറഞ്ഞു കാണത്തില്ല, ചിലപ്പോൾ 15 എന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതിപ്പോ എന്താ വ്യത്യാസം? 1 ലക്ഷം രൂപയുടെ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമല്ലേ. എന്നിട്ട് ശരിക്കും എത്രയാണ് കൊടുത്തതെന്ന് ഇന്റർവ്യൂവർ ചോദിച്ചപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. ഏ, ആ ഏ. ശൈത്യയുടെ ഒരു മാസം അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടി ശൈത്യയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചത് 1 ലക്ഷം രൂപയാണ്. ഒരു മാസം അതിൻ്റെ അകത്ത് നിർത്തി കൊടുക്കാമെന്ന് പറഞ്ഞു.
ഉം. ഇത്രയും നാള് ഇവക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തിട്ട് അവന് 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ അവൻ പണിയെടുത്തത്? എന്നിട്ട് ഉം. ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വിനുവിൻ്റെ അടുത്ത് ഇവര് ചോദിച്ച സമയത്തേക്ക് പൈസ എത്ര 50,000 രൂപ 1,00,000 രൂപയാണ് കൊടുക്കാന്ന് പറഞ്ഞ് അതിൽ 50,000 കൊടുത്തു എന്നാണ് ഇവള് പറഞ്ഞത്. ഉം. അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞ് 50,000 കൊടുക്കുക. എന്നിട്ട് എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് 1,00,000 രൂപയാണ് പറഞ്ഞ് 1,00,000 രൂപ കൊടുക്കുക എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല. അത് കൊടുക്കണം, ഞാനൊരു പിശുക്കിയാണെന്നൊക്കെയാണ് പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞ്. ഇവന് ഇങ്ങേർക്ക് കൊടുത്തത് എത്രയാണെന്നറിയാം? ജിപേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് 11,111 രൂപ. 1111. ഈ ഉം. നമ്മൾ ഈ ഉം. ഉം. 101 രൂപ ദക്ഷിണ ആ കൊടുക്കത്തില്ലേ? കൊടുക്കുന്ന. ആ. ആ, ആ. അതുപോലെ ജിപേയിൽ ദക്ഷിണയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ 11,111 രൂപയാണ്. ഉം. ബാക്കി കാശ് പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 16 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ബാക്കി ഇവള് കൊടുക്കുമോയെന്നറിയില്ല. കാര്യം വിന്നർ കിട്ടേണ്ട 50 ലക്ഷം രൂപയാണ് വിന്നർക്ക് കിട്ടുന്നത്. ആ. അതിൽ നിന്ന് ടാക്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 40 ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചോ. ഈ 40 ലക്ഷത്തിൽ നിന്ന് അകത്ത് ഇവർ തമിഴ് ബിഗ് ബോസിൽ ഈ വിന്നറിൻ്റെ പ്രൈസ് മണിയിൽ നിന്ന് പണപ്പെട്ടി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഉം. 5 ലക്ഷം രൂപ തൊട്ട് ഇങ്ങനെ പണപ്പെട്ടി വെക്കും. അതിങ്ങനെ എമൗണ്ട് കൂടി പോകുന്നതനുസരിച്ച് അത് എടുത്തുകൊണ്ട് പോവാം. മാക്സിമം 5 ലക്ഷം അല്ല 15 ലക്ഷമൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ട്, അങ്ങനെ പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പണപ്പെട്ടി വെക്കുന്ന നമ്മൾ കണ്ട സീസണിൻ്റെ അകത്ത് സായി 5 ലക്ഷം രൂപ വെച്ചപ്പോഴേ എടുത്തുകൊണ്ട് ഓടിയായിരുന്നു. കാര്യം അതിൻ്റെ അകത്ത് ബാക്കി പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് പുള്ളി ആദ്യമേ എടുത്തുകൊണ്ട് ഓടി. ഇത്തവണ പണപ്പെട്ടിയായിട്ട് വെച്ചില്ല. കഴിഞ്ഞ തമിഴ് സീസണിൻ്റെ അകത്ത് വെച്ച പോലെ ഇവർക്ക് ഓരോ ടാസ്ക് പോലെ വെക്കും. ഉം. അതിൻ്റെ അകത്തുനിന്ന് പോയി പണം എടുക്കുക. അപ്പോൾ അത് ആ എമൗണ്ട് ഓരോ ടാസ്കിനും ഓരോ എമൗണ്ട് വെക്കും. ആ എമൗണ്ട് ഇവർക്ക് കിട്ടുന്ന രീതി, ടാസ്ക് ജയിച്ച് അതിൻ്റെ അകത്ത് കിട്ടുന്ന രീതി. ഉം. ആ എമൗണ്ട് കുറയുന്നത് വിന്നറിൻ്റെ പ്രൈസ് മണിയിൽ നിന്ന്. ആ. ഓക്കെ. ഓക്കെ. ആ. ആ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഇവക്ക് ഏതാണ്ട് അതിൽ നിന്ന് കുറഞ്ഞ ഏതാണ്ട് എന്തോ 30 ലക്ഷമോ 42 ലക്ഷമോ അങ്ങനെ എന്തോ ആയിട്ട് ഏതാണ്ട് കുറഞ്ഞായിരുന്നു. ഈ 50 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞായിരുന്നു. ഓക്കെ. ഓൾറെഡി 50 ലക്ഷം കൊടുത്താൽ അതിൽ നിന്ന് ടാക്സ് പോയിട്ടേ കിട്ടത്തുള്ളൂ. ആ. 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 അപ്പോൾ ഇതിൽ നിന്ന് പിന്നെയും കുറഞ്ഞ് 42 ലക്ഷം രൂപ ഏതാണ്ടാണ് ഫൈനൽ ഇത് കിട്ടിയത്. ഓക്കെ. അതിൻ്റെ അകത്തുനിന്ന് ടാക്സ് പോയി കഴിഞ്ഞാൽ 10-30 ലക്ഷം രൂപയെ കാണത്തുള്ളൂ. ഓ. അതിൽ നിന്ന് 16 ലക്ഷം ഇവന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അനുമോക്ക് ഒരു തേങ്ങയും കാണത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പം പുള്ളി ഇനിയിപ്പോൾ ഇവർ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി വരും ആഴ്ചകളിൽ അനുമോളുടെ PR കഥകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും. ആ അല്ല അതും കാരണം ഈ പുള്ളിക്കാരിയെ ജയിപ്പിക്കാംന്നാ. പുള്ളിക്കാരിയെ എന്താ PR കാരണം ജയിപ്പിക്കാന്നുണ്ടെങ്കില് എന്താണ് അതുപോലെ തന്നെ പുള്ളിക്കാരിയെ ട്രാഷ് ചെയ്യാനുമുള്ള ഒരു കഴിവുള്ള ഉറപ്പായിട്ടും മനുഷ്യനായിരിക്കും. അല്ല, ജയിപ്പിക്കെന്ന് പറഞ്ഞ ഇടി അമ്മാതിരി വെളുപ്പിക്കല ഈ പുള്ളിക്കാരിക്ക് വേണ്ടി നടന്നിട്ടുള്ളേ. ഉം. കാര്യം ഈ ബിഗ് ബോസ് കാണുന്ന കോമൺ സെൻസ് ഉള്ള ഒരുത്തനും ഇവളെ ഇതിൻ്റെ അകത്ത് ഇവളെ ഒപ്പിച്ച് വെക്കുന്ന പരിപാടി കണ്ടിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ല. ഉം. പക്ഷെ ഉം. നമ്മൾ ഈ റീൽസിലൂടെ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ 1-2 എപ്പിസോഡ് കാണുക, ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രം കാണുന്നവർക്കോ അങ്ങനെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണത്തില്ലേ, അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തോന്നത്തുള്ളൂ. കടുത്ത മാനസിക ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അവൾ അതിൻ്റെ അകത്തുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഉം. അക്ബർ ഭയങ്കര വൃത്തികെട്ടവനാണ്, ജിസയിലും ആര്യനും കൂടെ പുതപ്പിൻ്റെ അകത്ത് മറ്റേതായിരുന്നു, ബിഗ് ബോസ് മറച്ചു വെക്കുന്നതാണ് കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വീഡിയോ ഫുട്ടേജ് ഇട്ട് തെളിവ് കാണിച്ചുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഉം. ഉം. അപ്പോൾ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത് ലാലേട്ടനെ വരെ ലാലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഒരു കണ്ടസ്റ്റൻ്റ് അകത്ത്. ഉം. പുറത്ത് ഇവനാണെങ്കിൽ ഈ ORM ആണെങ്കിൽ പുള്ളി ഇത് ഫിനാലെയൊക്കെ ആകുന്ന റിസൾട്ടൊക്കെ വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ ഇട്ടിരിക്കുന്നത് അനുമോൾ ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ്. ഉം. ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉം. കൊള്ളാം. ഏഷ്യാനെറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്. പിന്നെ തൊപ്പിയുടെ ഇഷ്യൂ വന്നില്ലേ, ആ. ആ. തൊപ്പിയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തൊപ്പിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിൽ 3G എന്ന് എഴുതിയിരിക്കും. അതായത് തൊപ്പി 3G ആയി, ഉം. അനുമോൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഉം. അപ്പോൾ ഏഷ്യാനെറ്റിനെയും ഈ എൻ്റെ മോൾ ഷൈനും ബിഗ് ബോസിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തൊരുത്തൻ. അത്ര കോൺഫിഡൻസ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, അത് പറഞ്ഞ് ഇവളെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്തോരം കാണുമായിരിക്കും. അതും വേറൊരു സംഭവം പുറത്ത് വന്നായിരുന്നു. അതായത് അനുമോളുടെ ചേച്ചിയും കുറച്ച് ആൾക്കാരും കൂടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ OTP നമ്പർ വാങ്ങിച്ചിട്ട്, അതായത് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും, ആ OTP പറഞ്ഞു തരുവാണെങ്കിൽ അത് ഹോട്ട്സ്റ്റാറിൻ്റെ ഇതാണ്, അതായത് അവരുടെ കയ്യിൽ ക്ലോൺ ചെയ്യുന്ന ആപ്പിൻ്റെ ഇത് വെച്ചിട്ട് ഹോട്ട്സ്റ്റാറിൽ ഇവരുടെ വന്ന OTP വെച്ച് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത്
അനുമോക്ക് വോട്ടിടുക. കൊള്ളാം. ആ നന്നായിട്ടുണ്ട്. ഇതൊക്കെ പുറത്ത് ഈ റിസൾട്ടൊക്കെ വരുന്നതിന് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഏതാണ്ട് പുറത്ത് വന്ന സംഭവം ഇത്. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ആരാ ഫൈനലിൽ ജയിച്ചത്? അനുമോൾ. അതാണ് ലാലേട്ടൻ. ഞാൻ ഫിനാലെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഇതിൻ്റെ ഈ വോട്ടിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് കാണിച്ചുകൊണ്ടിരിക്കുമ്പം ലാലേട്ടൻ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇല്ല ബിഗ് ബോസ് വേണ്ട, ഞാൻ തീരുമാനിക്കാം, അത് എൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഒരു നിമിഷം ഒന്ന് പ്രതീക്ഷിച്ചേ, എൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ കൈ പിടിച്ച് പൊക്കുവോ എന്ന് ഞാൻ ഒരു നിമിഷം, എനിക്കറിയാം അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ എൻ്റെ അധികാരമാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അതായത് ഇത് പ്രഖ്യാപിക്കേണ്ട അധികാരം എൻ്റെ ആണെന്നും എന്റെയാന്ന് എനിക്ക് പറഞ്ഞിട്ട്. മനസ്സിലായി. പക്ഷെ ഒരു നിമിഷം അതാ ഈ ഷോ കാണുന്ന ആൾക്കാരെയും പ്രേക്ഷകരെയൊക്കെ ഓരോ തവണയും ഇവരിങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഏഷ്യാനെറ്റിന് ഇത് വേണം, ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് ഏഴിൻ്റെ പണി കിട്ടിയത് അനുമോളുടെ വക. കാര്യം ഈ പി ആർ ഇങ്ങേർക്ക് എങ്ങനെ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറയാൻ പറ്റുന്നത്? ഇവൻ എങ്ങനെ പറയാൻ പറ്റും? ഓരോ ആഴ്ചയിലും വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ കൃത്യമായിട്ട് അറിയാം, ആരാ പുറത്ത് പോകുന്നത്, ആരാ ഉള്ളത്, എന്തോരം ഉണ്ട്. കാര്യം ഇവർ അനീഷിനെ ജയിപ്പിച്ചെന്ന് വെച്ചു, അനീഷിനെ ജയിപ്പിക്കുകയാണെങ്കിൽ പി ആറിനെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിന് ഒരു വലിയ ഇത് കിട്ടിയേനെ. പക്ഷെ അപ്പം ഇവർ വോട്ടിങ്ങിൻ്റെ ഇത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിസൾട്ട് വല്ല കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇത് കാണിക്കണമല്ലോ. കാണിച്ചു കഴിഞ്ഞാൽ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഇവക്കായിരിക്കും കൂടുതൽ. കാര്യം എങ്ങനെ വോട്ട് ഇതുപോലെ കിടക്കുമല്ലേ. അത് മാത്രമല്ല വേറൊന്നും ഞാൻ കണ്ടായിരുന്നു, ഈഴവ സിംഹിണി അനുമോളെ ജയിപ്പിക്കാന്നും പറഞ്ഞുകൊണ്ട്. ഈഴവ സിംഹിണി, അതിന് പുള്ളിക്കാരി ഈഴവയാണെന്നൊക്കെ ഉള്ളത്. പുള്ളിക്കാരി ഈഴവയാ. അതെങ്ങനെ? അത് പുള്ളിക്കാരി എൻഡോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ ആണെങ്കിലല്ലോ പുള്ളിക്കാരി അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, കാര്യം. പുള്ളിക്കാരുടെ നാട്ടില് ഇത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈഴവ സിംഹിണീനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് ജാതി വരെ പറഞ്ഞിട്ട്. എന്തുവാ അങ്ങ്? അത് ആരും ബോധോട് പോലും അല്ല. ഞാനിപ്പോ നീ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ അകത്തുള്ളൊരു വിഷയം പോലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എടുത്തത് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും പുള്ളിക്കാരി? അതായത് ഞാൻ അതൊന്നും എന്താ പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്താണ് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അതൊന്നും കമ്മ്യൂണിറ്റീനെ പറഞ്ഞിട്ടൊന്നുമില്ല. മുന്നോട്ട് കൊണ്ടുവരാൻ, അങ്ങനെ അല്ലെങ്കിൽ ബിഗ് പറയുകയാണെങ്കിൽ ഓക്കെ. ബോസിന്റെ അകത്ത് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടേ ചോദിക്കുന്ന കാര്യങ്ങൾ. അത് മാത്രമല്ല, പുള്ളിക്കാരിയുടെ മറ്റേ 2 വീടുകളുണ്ട് ഇവർക്ക്. ഒരെണ്ണം ഇവരുടെ പഴയ തറവാട്, അതിൻ്റെ ഫ്രണ്ടിലാണ് പുതിയ വീട് വെച്ചിരിക്കുന്നത്. അപ്പം ഇവരുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പം പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നു. കൊള്ളാം കൊള്ളാം. കഷ്ടപ്പാട്. അത് അനുമോള് അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, റബ്ബർ ഷീറ്റ് വരെ ഉണ്ടാക്കിയേക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ്. ഇവളുടെ ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ഇവള് വീട്ടിലൊന്നും പണിയൊന്നും എടുക്കാറില്ല, ഞങ്ങൾ എടുക്കും. അത് ജിൻഡോനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, വാ തുറന്ന കള്ളം മാത്രമേ പറയത്തുള്ളൂ. ഇതുപോലെ തന്നെ, അത് സെയിം പാറ്റേൺ തന്നെ. അവന് ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നവര് ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ പുള്ളിക്കാരി ഈ അതായത് ഉള്ള പഠിക്കാവുന്ന എല്ലാ ട്രിക്കും പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവള് പറയുന്ന എങ്ങനെ ഒരു മനുഷ്യൻ വിശ്വസിക്കും? ഈ ക്യാമറ പോലും കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്നു. എന്തെല്ലാം കള്ളങ്ങളകത്ത് പറഞ്ഞിട്ടുള്ളതെന്നറിയോ? എന്നിട്ട് ആൾക്കാർ ഇതങ്ങട്, എനിക്കറിയില്ല ഇത്. പിന്നെ എനിക്ക് പക്ഷെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഏഷ്യാനെറ്റും ഒക്കെ ഇങ്ങനെ ഓരോ തവണ അടുത്ത പ്രോമോയിൽ വരുമ്പോൾ ഇനി 8ൻ്റെ പണിയായിട്ടാണ് ലാലേട്ടൻ ഇനി വരാൻ പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ വോട്ടിംഗ് വെച്ച് മാത്രം ജയിപ്പിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ മെറിറ്റ്സ് ഒക്കെ വെച്ച് ജയിപ്പിക്കായിരുന്നെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഏഷ്യാനെറ്റിന് കുറച്ച് അതെങ്ങനെ ജയിപ്പിക്കും? അല്ല, അവർക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു പറയാം. ഇപ്പം നീ പറഞ്ഞു അനീഷിനെ വേണമെങ്കിൽ അവർക്ക് ഈ വോട്ടിംഗ് മാത്രം അല്ലായിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അത് സത്യം പറഞ്ഞു ജയിപ്പിക്കാൻ. കഴിഞ്ഞാൽ ചാനലിന്റെ വക അങ്ങനെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർ വിചാരിക്കുന്ന ആൾക്കാർ, ഇപ്പം ഒരാള് ഒരു വീക്കെൻഡ്, ഒരു എന്താ പറയുന്ന ഒരാഴ്ചത്തേൽ അവര് പുറത്താവേണ്ട സിറ്റുവേഷനിലാന്ന് വെച്ചോ, അവർക്ക് പകരം വേറെ ആളെ പുറത്താക്കി പ്രേക്ഷകരുടെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, സേവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചാനൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നരേറ്റീവ് പുഷ് ചെയ്യണം, ഇയാളെ നല്ലവനായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മോശം കാര്യങ്ങൾ പുറത്തു വിടാതെ നല്ല ക്ലിപ്പുകൾ മാത്രം പുറത്തുവിട്ട് ഒരു നരേറ്റീവ് പ്രൊജക്റ്റ് ചെയ്ത്, അതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഇപ്പം ഈ അവസാനത്തെ ഇതിൽ വേണമെങ്കിൽ ഇവരിപ്പോൾ ഈ എന്താ പറയുന്നത്, ഇപ്പം പി ആറിൻ്റെ ഇത് വോട്ട് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വോട്ട് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളെ അങ്ങനെ വേണം പറയാണ്ട്. ഡിസ്ക്വാളിഫൈ ചെയ്യാം.
അത് ശരിയാണ്. കറക്റ്റ്. അത് ചെയ്യില്ല. ചെയ്യില്ല. അത് വേണമെങ്കിൽ പക്ഷേ അനീഷിനെ ജയിപ്പിക്കാം. പക്ഷെ അത് കാര്യം അവർക്കത് ചെയ്യാനും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അനുമോള് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ, ആ, മനസ്സിലായോ? ആ. അനുമോള് ജയിച്ചാലും ഇപ്പൊ ഏഷ്യാനെറ്റിന് കുഴപ്പമൊന്നുമില്ല. ഉം. പക്ഷെ ഇപ്പൊ പിആർ കാരണം ജയിച്ചു എന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. ബിഗ് ബോസ് തന്നെയാണ് ഇതിന്റെ അകത്ത് ആർക്കൊക്കെ പിആർ ഉണ്ടെന്ന് പറഞ്ഞ് അല്ല ടാസ്ക് പക്ഷെ നീ ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞ്. ആലോചിച്ചേ. ഉം. ഇപ്പൊ പുള്ളിക്കാരി ഇനിയിപ്പോ പൈസ കൊടുത്തില്ല. മറ്റേ പുള്ളി ഇതിന് റീറ്റാലിയേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രാഷ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം ഉം. പുള്ളിക്കാരി PR കാരണമാണ് വിജയിച്ചതെന്നുള്ള കാര്യം വെളിയിൽ വരുമല്ലോ. ഇത് ഇൻഡയറക്ട്ലി ആരെയാ ബാധിക്കുന്നത്? ഏഷ്യാനെറ്റിനെ തന്നെയല്ലേ ബാധിക്കുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് ഇതൊക്കെ പറയുന്ന പരിപാടി. ആ. അല്ല ഇപ്പം തന്നെ ഇത് കുറേ പേരുടെ ഇപ്പം കമൻറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിൻ്റെ ഷോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഉം. എന്താ പറയുന്നത് PR കാരണം ജയിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉം. പക്ഷേ 8ൻ്റെ പണി എന്ന് ഉം. പറഞ്ഞിട്ട് അടുത്ത സീസൺ തുടങ്ങുകയാണ്. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വരുന്നു, പുതിയ കണ്ടസ്റ്റൻസ് വരുന്നു. ഇതെല്ലാ ആൾക്കാരും മറക്കും. മറക്കും. അത് ശരിയാണ്. കാര്യം പ്രേക്ഷകർ, ഞാനടക്കമുള്ള പ്രേക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചു, ജാസ്മിൻ അർഹതപ്പെട്ട കപ്പായിരുന്നു, പക്ഷെ ജിൻഡോയ്ക്കാണ് കിട്ടിയത് എന്ന് ഉം. പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു ഞങ്ങൾ ഇനി ഷോ കാണുന്നില്ല, അത് കാണത്തില്ല, ഇത് കാണത്തില്ല. ഈ തവണ നടന്ന എല്ലാ ലാംഗ്വേജിലുള്ളതിൽ ഏറ്റവും കൂടുതൽ TRP TRP റേറ്റിംഗിൽ മലയാളത്തിനാണ്. മലയാളത്തിന് കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഷോയുടെ മേക്കേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഉം. എന്തൊക്കെ തന്നെ പുറത്ത് നടന്നാൽ ഇപ്പം എന്തുകൊണ്ട് ഇവർ തന്നെ ഏഴിൻ്റെ പണി കരച്ചിൽ കാർഡ് കീറും, പെങ്ങളൂട്ടി കാർഡ് കീറും, ജെൻഡർ കാർഡ് കീറും, ഒറ്റപ്പെടൽ കാർഡ് കീറും, ആ കാർഡ് കീറി, ഈ കാർഡ് കീറും എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു. ഒരു കാർഡ് ഇവന്മാർ ഇതിൻ്റെ അകത്ത് കീറിയില്ല. അതിനെല്ലാം വളം വെച്ച് കൊടുത്ത് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇവർക്കറിയാം ഓരോ തവണ എന്താ പറയുന്നത്. ഇതിപ്പം അനീഷിന് അർഹതപ്പെട്ട വിജയമായിരുന്നു, ഞങ്ങൾ ഇനി കാണത്തേ ഇല്ല, ടോക്സിക് ഷോയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും. അടുത്ത സീസൺ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിരുന്ന് കാണും. അടുത്ത സീസണിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് ഇതുപോലെ ഇതിപ്പോൾ അനിമോളുടെ ഈ സക്സസ്ഫുൾ ടാക്ടിക്സ് കണ്ടല്ലോ, ഉം. അനീഷിൻ്റെ ടാക്ടിക്സുകൾ കണ്ടിട്ട് ഇതെല്ലാം കണ്ട് പഠിച്ചിട്ട് അടുത്ത സീസണിൽ ആൾക്കാർ വരും. ഇപ്പോൾ വന്ന് ഈ ഷോ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കുട്ടൻ്റെ സീസണിലാണെന്ന് തോന്നുന്നു. അതായത് 2 കപ്പിൾസ് വന്നായിരുന്നു, ഫിറോസും സജനയെന്നും പറഞ്ഞിട്ട്. ഉം. അവർ ഇതിൻ്റെ അകത്തുള്ള രമ്യ പണിക്കർ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ പുറത്തുള്ള കഥകൾ ഞങ്ങളിവിടെ പറയുമെന്ന് പറഞ്ഞ് ഇപ്പം പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഉം. പറഞ്ഞു. നീ കൂടുതൽ വിളച്ചിലിറക്കണ്ട, ഇപ്പം പറയുമെന്ന് പറഞ്ഞു. വീക്കെൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് റൂളാണ്, അപ്പോൾ ആ റൂള് നിങ്ങൾ ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് പുറത്താക്കി. ഓക്കെ. അവരൊന്നും പറഞ്ഞു പോലും ഇല്ല, പറയൂന്നേ പറയുന്ന് പറഞ്ഞുള്ളൂ. പറഞ്ഞുള്ളൂ. ഓക്കെ. ഞാൻ ആ, വെച്ച് പറഞ്ഞതാണെന്ന്. ഓക്കെ, ഓക്കെ. പറയൂന്ന് പറഞ്ഞതിനാണ് അവരെ പിടിച്ച് പുറത്താക്കിയത്. ഇത് നടന്ന ഓക്കെ. എപ്പോഴാണെന്ന് അറിയോ? സീസൺ 3ഓ 4 തേർഡ് സീസണിലാണ് ഇത് നടക്കുന്നത്. ഉം. 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 അവിടെ നിന്ന് ഈ ഷോ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നോക്ക്. ഉം. ഈ എന്താ പറയുന്നത് മറ്റേ പുതപ്പിനടിയിലെ സംഭവവും ഇത്രയും വലിയ ശരിയാണ്. ബസ് സ്റ്റാൻഡിൽ ബസ്സിൻ്റെ പുറകിൽ ആണുങ്ങൾ വന്ന് മുട്ടി നിൽക്കുന്നു എന്ന് പോലുള്ള ഡയലോഗും എല്ലാം പറഞ്ഞിട്ട് വല്ല സംഭവിച്ചോ? ഇത്രയും വലിയ ആക്ഷേപങ്ങളും പറഞ്ഞ് ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോലും ഒന്നും നടന്നില്ല. അപ്പം ഈ ഷോ ഇങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെയൊക്കെ പോവുള്ളൂ. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ ഇനിയിപ്പം അനുമോളെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാനോ, ഇത്രയും നേരം ഇരുന്ന് അനുമോളുടെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് വേദന കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കണം, എന്നാലും എനിക്ക് എനിക്കൊരു അത്രയും സമാധാനം. ദണ്ണം ഇല്ല. ഞാൻ കുറച്ചല്ലേ കണ്ടുള്ളൂ. ഇത് മൊത്തം കുത്തിയിരുന്ന് കണ്ട ദിഗുവിന്റെ ആ ഒരു ആ, സങ്കടം എനിക്ക് മനസ്സിലാവും. എനിക്ക് അവസാനം നമുക്കറിയാം എന്താ റിസൾട്ട് എന്താണെന്ന് അറിയാം, എന്നിട്ടും ഇത് കാണുമ്പോൾ ഉള്ള ഒരു സങ്കടം കൊണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കുറേ പേർക്കൊക്കെ നമ്മുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്ന് ഉം. എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഉം. പിന്നെയും കാണുന്നത്. ഉം. ബട്ട് അനുമോളെ ട്രോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗുഡ് ഫോർ യു ഓക്കെ. മാൻ. ഓക്കെ. ഇത് എൻ്റെ കൂടെ പഠിച്ചു ഒരുത്തനെ ആ. സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് ഫിനാലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് മുന്നൊരു ദിവസം, ഒരു 2 ദിവസം മുമ്പ് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റൈൽ, എലഗൻസ് ആൻഡ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ ഏത് ഉം. എലഗൻസ്. ഞാൻ അവന് മെസ്സേജ് അയച്ച് ചോദിച്ചു, നിനക്ക് ആ. ശരിക്കും നീ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്, നിനക്ക് അനുമോളെയാണോ ഫേവറേറ്റ് എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു. ആ. അവൻ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ എന്താ ഉം. പറയുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാര്യം ഇത് കണ്ടിട്ട് നിനക്ക് ആരാധിക്കാൻ തോന്നിയല്ലോ, എങ്ങനെ നമ്മൾ പുള്ളിക്കാരിയുടെ ആൾക്കാരെ. ബ്യൂട്ടി മാത്രമായിരിക്കും അവൻ ആരാധിച്ചത്. എലിഗൻസും ബ്യൂട്ടിയും മാത്രമായിരിക്കും. എനിക്കറിയാൻ പാടില്ല, എന്താണോ
ഇവൻ ഇതൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ഒരുത്തനായി പോയല്ലോ, അതുകൊണ്ട് എനിക്ക് ഇത്ര സങ്കടം. എങ്ങനെ ഇതൊക്കെ എനിക്ക് അത് നമുക്ക് ആൾക്കാരെ നമ്മുടെ ഒന്നും കൂടെ പഠിച്ചയാണോ അറിയത്തില്ലെന്നേ. നിന്റെ കൂടെ പഠിച്ചയാണോ? എന്റെ കൂടെ നിന്റെ കൂടെ. ആ. ഞാനന്ന് പഠിച്ച സമയത്തൊക്കെ നല്ല പയ്യനായിരുന്നു, എന്ത് പറ്റിയെന്ന് മിടുക്കനായിരുന്നു. അറിയില്ല. പിന്നെ എന്തോ പറ്റിയെന്ന് അറിയില്ലെന്ന്. പക്ഷെ അതിൽ നമുക്ക് തെറ്റു പറയാനില്ല, ഓരോരുത്തർക്കും ഇല്ല, ഓരോരോ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതെ അതെ ഉം. അതെ, അവനെ ശരി. നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല. അവൻ്റെ ആഗ്രഹം പോലെ. അതുപോലെ അനിമോൾ ആരാധകരായിട്ടുള്ള നിങ്ങളെയും ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഇനിയിപ്പം ഇത് ഫിനാലെ ഇങ്ങനെ ആയതിൻ്റെ പേരിൽ അനിമോൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഇനിയിപ്പോൾ ORM പുറത്ത് വരുത്തുമോ അതോ അവർ വിഴുങ്ങുമോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സൈബർ അറ്റാക്കിനൊന്നും പോകണ്ട, വിട്ടേക്ക്, കഴിഞ്ഞു, കത്തം പോവാ, അതെ, ഗെയിം ഇനിയിപ്പോ കത്തം ഇനിയിപ്പോ പോവാ. വന്നിട്ടും പ്രത്യേകിച്ച് കാര്യം, നമ്മളിപ്പോ സൈബർ അറ്റാക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ ജയിക്കുന്നത്. കാര്യമൊന്നും ജയിച്ച്. ഇല്ല. അതെ. കപ്പ് കിട്ടിയ അനുമോൾ അത്, പക്ഷെ അതൊരു ഒരു അനുമോൾ വേണമെങ്കിൽ എന്തോ കുറേ പേര് ആഘോഷിച്ചു, നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണെന്നൊക്കെ അനുമോൾക്ക് പറയാന്നുള്ളതല്ലാണ്ട് ഉം. അതിലൊരു അർഹതപ്പെട്ട വിജയം എന്നുള്ള ഒരു ഇതില്ലല്ലോ, ഒരു കളങ്കപ്പെട്ട ഒരു വിജയമല്ലേ. ഉം, ഉം, അതുകൊണ്ട് ഉം. പോയിട്ട് അനുമോൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് കപ്പ് കിട്ടണം എന്നായിരുന്നു ജെയിംസ് ബോണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ. കരി കിട്ടിയാലും PR വക കപ്പെന്നേ പറയുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പം ഉം, ഉം, ഉം. ആ, അപ്പം വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകണം. പക്ഷേ ഞാനധികം ദൈർഘ്യപ്പിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. എന്താണ് അനുമോളുടെ കപ്പ് കിട്ടിയതിലുള്ള ഇത്? എനിക്കാണെങ്കിൽ വീണ്ടും വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ വേണ്ട. ഞാനും ഇതോടുകൂടി ഈ ഒരു ഇതിവിടെ റാങ്കിങ് അവസാനിപ്പിക്കുകയാണ്. നിർത്തുകയാണ്. അതെ അതെ. കാര്യം ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ എനിക്ക് പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ തമിഴ് ബിഗ് ബോസ് ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉം. അത് ഞാൻ തുടർന്ന് ചെയ്യണമെന്ന് പറ. നിങ്ങൾ ആകെപ്പാടെ 10-40 പേരെ കാണുന്നുള്ളൂ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അത് വേറെ കാര്യം. എങ്കിലും നിങ്ങൾ പറയൂ, അടുത്ത ബിഗ് ബോസ് ഒക്കെ ചെയ്യണോ? എൻ്റെ മാനസിക ആരോഗ്യം കണക്കിലെടുത്ത് ചെയ്യണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങളൊക്കെ പറയുക. സീസൺ 6ൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഒരു തൂക്കിയടിയാക്കിയതുപോലെ ഈ എപ്പിസോഡും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥിക്കുന്നു. Yes. അതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർ ഇതോടുകൂടി വിട്ടു പോകേണ്ട. നിങ്ങളുടെ ചാനലിൽ മറ്റ് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ഉണ്ട് സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ട്, അതൊക്കെ പോയി കാണുക. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഉങ്ങളിടമിருந்து വിടൈപ്പെറുவது ഉങ്ങൾ ഞാൻ അങ്ങനെ ഒരു ബായ് പറഞ്ഞിട്ട് നോക്കൂ. Bye. See ഓക്കെ you. Yeah. ഓക്കെ, ബായ്.